കേരളത്തിന്റെ ബ്യൂറോക്രസിയുടെ ചരിത്രത്തിൽ കാര്യപ്രാപ്തിയുടെ നാഴികക്കല്ലുകളിൽ എഴുതി ചേർക്കപ്പെട്ട പേരുകളിൽ ഒന്നാണ് ഡോക്ടർ വി വേണു. പദ്ധതികൾ നടപ്പാക്കുന്നത് മാത്രമല്ല, വെല്ലുവിളികൾ ഏറ്റെടുക്കുന്നത് കൂടിയാണ് യഥാർത്ഥ ബ്യൂറോക്രാറ്റിന്റെ ചുമതലയെന്ന് അദ്ദേഹം തെളിയിക്കുക കൂടി ചെയ്യുന്നു. ചീഫ് സെക്രട്ടറി ഡോക്ടർ വി വേണുവാണ് ഇത്തവണ Q18-ൽ നമുക്കൊപ്പം. നമസ്കാരം സാർ. നമസ്കാരം. ചീഫ് സെക്രട്ടറി എന്ന ഒരു ഉന്നത തസ്തികയിൽ എത്തി നിൽക്കുമ്പോൾ ഇതുവരെയുള്ള ആ ബ്യൂറോക്രാറ്റ് ജീവിതത്തിൽ ഏറ്റവും വെല്ലുവിളി നേരിടുന്നത് ഈ പദവിയാണ് എന്ന് സ്വയം അനുമാനിക്കുന്നുണ്ടോ? ഒരു സംശയമില്ല. പലതരത്തിലുള്ള ചാലഞ്ചസ് എൻ്റെ കരിയറിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ചീഫ് സെക്രട്ടറി എന്ന നിലയിൽ എൻ്റെ മുന്നിലേക്ക് വരുന്ന വിഷയങ്ങളുടെ വൈവിധ്യം, കാര്യങ്ങളുടെ സങ്കീർണത, ഇത് രണ്ട് നോക്കിയാലും എൻ്റെ ഏറ്റവും ചലഞ്ചിങ് അസൈൻമെൻറ്റ് ഇത് തന്നെയാണ്. അത് ഈ സ്റ്റേറ്റിൻ്റെ പ്രയോറിറ്റി എടുത്തുകൊണ്ട് ചീഫ് സെക്രട്ടറി എന്ന രീതിയിൽ അത് ഏത് രീതിയിലാണ് ഒരു അജണ്ട മുന്നോട്ട് കൊണ്ടുപോകുന്നത്? രണ്ടുമുണ്ട്. ഒന്ന്, സ്റ്റേറ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം നമ്മുടെ തീരുമാനങ്ങൾ എടുക്കേണ്ടത് മന്ത്രിസഭയാണ്. മന്ത്രിസഭ എന്ന് പറയുന്നത് നമ്മുടെ ഇവിടുത്തെ ഒരു സുപ്രീം ബോഡിയാണ് ഈ ഡിസിഷൻ മേക്കിങ്ങിൻ്റെ. അപ്പം മന്ത്രിസഭയുടെ മുൻപാകെ വരുന്ന കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ സ്റ്റേറ്റിനെ അത്രയും ഗൗരവമായിട്ടുള്ള സ്റ്റേറ്റിൻ്റെ കാര്യങ്ങളാണ്. അത് കൈകാര്യം ചെയ്യുക എന്ന് പറയുന്നത് തന്നെ ഒരു ഉദ്യോഗസ്ഥനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു ഉത്തരവാദിത്തമായിട്ട് കാണണം. പിന്നെ വ്യക്തിപരമായിട്ട് എന്താണെന്ന് വെച്ചാൽ പല കാര്യങ്ങളിലും അങ്ങോട്ട് പോയി ഇടപെടാൻ എനിക്ക് സാധിക്കുന്നു എന്നുള്ളതും പ്രൊഫഷണലി എനിക്ക് വലിയ ഒരു സാറ്റിസ്ഫാക്ഷൻ നൽകുന്ന ഒരു കാര്യമാണ്. ഇപ്പം ചുമതലയേറ്റ ശേഷം ഈ മിനിറ്റ് വരെ ഏറ്റവും വലിയ ചാലഞ്ചായിട്ട് തോന്നിയത് എന്തായിരിക്കും മുന്നിൽ വന്നത്? ഇതിനിടയിൽ ഈ കാലഘട്ടത്തിൽ എനിക്ക് തോന്നിയിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ സ്റ്റേറ്റ് കാണാത്ത തരത്തിലുള്ള പുതിയ ചില ഗവർണൻസ് ഇനീഷ്യേറ്റീവ്സ് ഗവൺമെൻറ് എടുത്തു. അത് നടപ്പിലാക്കി എടുക്കുക എന്നുള്ള ഉത്തരവാദിത്തം ചീഫ് സെക്രട്ടറി നിലയിൽ നിൽക്കായിരുന്നു. അതിപ്പം നമ്മുടെ ജില്ലാ അദാലത്തുകളാകട്ടെ, മേഖലാ യോഗങ്ങളാകട്ടെ, പിന്നെ നവകേരള സദസ്സുകളാകട്ടെ, ഈ കാര്യങ്ങളിലെല്ലാം എനിക്ക് മുൻപ് പോയവരോട് ചോദിക്കാനോ പഴയ ഫയലുകളോ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പുതിയ ഒരു രീതിയിലുള്ള ഗവർണൻസ് സംവിധാനത്തിലേക്ക് നമ്മൾ ഇറങ്ങുമ്പോൾ അതിന് വേണ്ട ഒരു ചട്ടക്കൂട് ഒരുക്കുക എന്നുള്ളത് വലിയ ചാലഞ്ചായിരുന്നു. ജനങ്ങളുടെ പ്രശ്നങ്ങൾ നവകേരള സദസ്സ് കൊണ്ട് പരിഹരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നൊരു ആത്മവിശ്വാസം ചീഫ് സെക്രട്ടറിക്കുണ്ടോ? ഒരു ഗവൺമെൻറ്റിനും ജനങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന് പറയാൻ പറ്റില്ല. ഇതിന് ഞാൻ കാണുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ജനങ്ങളുമായി നേരിട്ട് സംസാരിക്കുന്ന 140 വേദികൾ ഉണ്ടായി എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് വൺ വേ ആയിരുന്നില്ല. അതിന് രണ്ട് രീതിയിലുമുള്ള ചർച്ചകൾ, പ്രഭാത യോഗങ്ങളിൽ വന്നിട്ടുള്ള നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ശക്തമായ വിമർശനങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഒരു തരത്തിൽ പറഞ്ഞാൽ ജനങ്ങൾ കാര്യങ്ങൾ ഏൽപ്പിച്ച മന്ത്രിമാരും തമ്മിലുള്ള ഒരു ഓപ്പൺ ഡിസ്കഷനായിട്ട് തന്നെ ഞാൻ കണ്ടു. പക്ഷേ വളരെയേറെ കാര്യങ്ങൾ ഈ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യേണ്ടതാണ് എന്ന രീതിയിലുള്ള ചില ഇൻഡിക്കേഷൻസ് നമുക്ക് കിട്ടി. അതിൽ പലതിലും ആക്ഷൻ എടുക്കാൻ സാധിച്ചു. എന്നാലൊക്കെ ഇതൊക്കെ കഴിഞ്ഞാലും ജനങ്ങൾക്ക് ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം നടന്നിട്ടില്ല എന്നൊരു തോന്നലുണ്ടാവാം. പക്ഷേ അത് സ്വാഭാവികം മാത്രമാണ്. ഇതുവരെയുള്ള ആ ഒരു ഔദ്യോഗിക ജീവിതത്തിനിടയിലും ഇതൊരു പുതിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നില്ലേ? നേരിട്ട് ജനങ്ങളെ കാണുക, ഇതേ രീതിയിൽ ഒരു സംസ്ഥാനത്തുടനീളം ജനങ്ങളെ കാണുക, ആ കൂടിക്കാഴ്ചകൾ, അതിൻ്റെ ഒരു തലം എങ്ങനെയാണ് തോന്നിയത്? ഒരു ഉദ്യോഗസ്ഥനും ഇതുപോലൊരു അവസരം കിട്ടിയെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞങ്ങളൊക്കെ IAS-ൻ്റെ ഭാഗമായിട്ട് പ്രത്യേകിച്ചും ജില്ലയിലുണ്ടാകുന്ന സമയത്ത് സബ് കളക്ടറായിട്ടും കളക്ടറായിട്ടും ഒക്കെ ആണ് ഏറ്റവും കൂടുതൽ നമ്മൾ ജനങ്ങളുമായിട്ട് അടുത്ത് നിൽക്കുന്ന തരത്തിൽ ജോലി ചെയ്യാനുള്ള അവസരം കിട്ടുക. അതിനുശേഷം ചില ജോലികളിൽ നമുക്ക് ആ ഓപ്പർച്യൂണിറ്റി കിട്ടും. പ്രത്യേകിച്ചും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ വർക്ക് ചെയ്യുമ്പോൾ കിട്ടും. അതൊന്നും എനിക്ക് കിട്ടിയിരുന്നില്ല. അപ്പോൾ ചീഫ് സെക്രട്ടറി ആയ ശേഷം സാധാരണഗതിയിൽ ഒരു മുറിക്കകത്ത് മന്ത്രിസഭാ പേപ്പറും ഫയലുകളും മീറ്റിങ്ങുകളും ഒക്കെ ആയിട്ട് ഇരിക്കേണ്ട ഞാൻ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടക്കാനും ഈ മന്ത്രിസഭയുടെ യോഗത്തിനപ്പുറത്തേക്ക് ജനങ്ങൾക്കിടയിൽ സംസാരിക്കാനും ഒക്കെ ഒരവസരം എനിക്ക് വലുതായി കിട്ടി. അത് ഒരിക്കലും മറക്കാനാവാത്ത ഒരു അനുഭവമായിട്ട് തന്നെ നിൽക്കും. അതിനിടയിൽ ഒരു പ്രതിഷേധ കൊടുങ്കാറ്റ് കൂടി ഈ യാത്രയുടെ കൂടെ സഞ്ചരിക്കുന്നുണ്ടായിരുന്നു. അതിനെയും ആ രീതിയിൽ തന്നെയാണ് കണ്ടുവിടുന്നത്. സംശയമില്ല. ഗവൺമെൻറ്റിനെ വിമർശിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് തന്നെ
ഉള്ള ഒരു പ്രതിഷേധ സ്വരമായിട്ടാണ് അതിനെ കാണുന്നത്. ഈ ഗവേണൻസ്, ഈ ഫയലിംഗ് എന്നുള്ള അത് പൂർണ്ണമായിട്ടും നടപ്പാകണം എന്നുള്ളൊരു രീതിയിലാണ്, അതാണ് വിഭാവനം ചെയ്യുന്നതെന്നൊക്കെ ചുമതലയേറ്റ സമയത്ത് മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. അത് എവിടെ വരെ എത്തി? ഇന്നത്തെ ഈ ചോദ്യത്തിൻ്റെ ഒരു ഉത്തരം ഇങ്ങനെ പറയാം. നവകേരള സദസ്സിൻ്റെ സമയത്ത് ഞാനും അതുപോലെ തന്നെ മന്ത്രിമാരും എല്ലാവരും യാത്രയിലായിരുന്നല്ലോ. സർക്കാരിൻ്റെ കാര്യങ്ങളെല്ലാം നിന്നുപോയോ? സർക്കാരിൻ്റെ തീരുമാനങ്ങൾ എടുക്കാതെ പോയോ? നമ്മൾ ആലോചിക്കണം. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? കാര്യങ്ങളെല്ലാം അതുപോലെ നടക്കുന്നു. അതിൻ്റെ വലിയൊരു ഘടകം, പൂർണ്ണമായിട്ടും അതുകൊണ്ടാണെന്ന് ഞാൻ പറയില്ല, എന്നാലും ഒരു വലിയ ഘടകം നമ്മൾ എത്രത്തോളം ഈ ഫയൽ സിസ്റ്റത്തിലേക്ക് മാറി എന്നുള്ളതിൻ്റെ ഒരു തെളിവാണത്. അതായത് ഇലക്ട്രോണിക് ഫയൽ സിസ്റ്റം വന്നോട് കൂടിയിട്ട് ഫയലുകൾ ഈ ചുവപ്പ് നാടയിൽ കെട്ടിയ ഫയലുകളില്ല, ഫയലുകൾ കുന്നുകൂടി എന്നിരിക്കുന്ന മേശപ്പുറങ്ങളില്ല, ഫയലുകളെല്ലാം ഒരു ഐപാഡിലോ ഒരു ലാപ്ടോപ്പിലോ നമുക്ക് കൈകാര്യം ചെയ്യാൻ സാധിക്കുന്നു. ഈ രൂപത്തിലുള്ളൊരു വലിയ മാറ്റം കഴിഞ്ഞ കുറച്ച് നാളുകൾ കൊണ്ടാണ് വന്നിട്ടുള്ളത്. ഈ കഴിഞ്ഞ ശരിക്കും പറഞ്ഞാൽ ഒരു 2-3 വർഷത്തെ ഈ ഗവേണൻസിൻ്റെ ഒരു കുതിപ്പിൻ്റെ ഭാഗമായിട്ടാണ് വന്നിട്ടുള്ളത്. ഇതിന് പുറമെ നമ്മൾ കാണേണ്ട മറ്റൊരു വലിയ കാര്യം, നമ്മുടെ ഇന്ന് പല കാര്യങ്ങളും നമ്മുടെ സർക്കാർ ഓഫീസുകളിൽ പോയി ചെയ്തിരുന്ന പല കാര്യങ്ങളും ഇന്ന് വീട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ മൊബൈലിൽ ചെയ്യാവുന്നതിലേക്കെത്തി. പല സർവീസുകളും, അതായത് എണ്ണിയാൽ 200-300 സർവീസുകൾ ഇന്ന് പല വകുപ്പുകളിലെയും കാര്യങ്ങൾ ഇന്ന് നമുക്ക് മൊബൈലിലൂടെയും അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടറിലൂടെയും ഒരു ഫ്രണ്ട്സിൻ്റെ നമ്മുടെ ഒരു ഓഫീസിൽ പോയിട്ട് ചെയ്യാവുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് വീട്ടിൽ നിന്ന് ചെയ്യാവുന്ന രീതിയിലേക്ക് എത്തി. ഇതാണ് ഈ ഗവേണൻസിൻ്റെ വിജയം. ഞാൻ അവസാനം ചോദിക്കാൻ വെച്ചൊരു ചോദ്യമാണ്, പക്ഷേ ഇതിപ്പോൾ ഇത് പറഞ്ഞു വരുമ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ ചോദിക്കുന്നത്, യാത്ര ഒരുപാട് ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പം ഇതൊരു യാത്ര കൂടിയായിരുന്നു. അത് ഒരു സംസ്ഥാനം മുഴുവൻ കവർ ചെയ്യുന്ന ഒരു യാത്ര, കല്യാശ്ശേരിയിൽ നിന്ന് തുടങ്ങുന്ന ഒരു യാത്ര. ആ ഒരു അനുഭവം അത് ഏത് തരത്തിൽ കൂടിയായിരുന്നു? എനിക്ക് കുറേ കൂടി ദിവസങ്ങൾ ഇതിൻ്റെ ഭാഗമായിട്ട് നിൽക്കണമെന്നുണ്ടായിരുന്നു. എനിക്ക് യാത്രയുടെ കൂടെ കുറച്ച് ദിവസം നിൽക്കേണ്ടി വരും, നിൽക്കാൻ സാധിക്കും. പിന്നീട് പെട്ടെന്ന് തിരുവനന്തപുരത്തേക്ക് വരേണ്ടി വരും. കാരണം പല കാര്യങ്ങളും ഇവിടെ ചർച്ചകൾ നടത്തി മന്ത്രിസഭാ യോഗങ്ങൾക്കുള്ള തയ്യാറെടുപ്പുമൊക്കെ നേരിട്ട് വന്നാൽ മാത്രം ചെയ്യുന്ന കാര്യം. അതുകൊണ്ട് തന്നെ മുഴുവൻ യാത്രയ്ക്കും കൂടെ പോകാൻ സാധിച്ചില്ല എന്നുള്ള വിഷമം മാത്രമാണ് എനിക്കുള്ളത്. ഓരോ സ്ഥലത്ത് പോകുമ്പോഴും വ്യത്യസ്തമായിട്ടുള്ള അനുഭവങ്ങൾ ധാരാളമുണ്ടെങ്കിലും ഒരു കാര്യം നമുക്ക് വളരെ ക്ലിയറായിട്ട് കാണാവുന്ന ഒരു ഇതുണ്ടായിരുന്നു. ജനങ്ങൾക്കിടയിൽ ഇതിനൊരു വലിയ ഒരു മോട്ടിവേഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അതായത് അതിൻ്റെ ഹൈപ്പെല്ലാം മാറ്റിവെച്ചിട്ട് അല്ലെങ്കിൽ അതിൻ്റെ രാഷ്ട്രീയ മാനങ്ങൾ മാറ്റിവെച്ചിട്ട് ഈ ഒരു പുതിയ ഒരു രീതി ജനങ്ങൾ ഇനിയും എല്ലാ ഗവൺമെൻറ്റിനോടും ഡിമാൻഡ് ചെയ്യാൻ പോവാണ്. കാരണം സെക്രട്ടറിമാരായാലും മന്ത്രിമാരായാലും ആരായാലും ഞങ്ങൾ കൈയെത്തിയാൽ ഞങ്ങളുടെ അടുത്തുണ്ടാവണം എന്ന ഒരു ഡിമാൻഡാണ് ഇനി ജനങ്ങൾ വെക്കാൻ പോകുന്നത്. അല്ലാതെ ഞങ്ങൾ നിങ്ങളെ കാണാൻ വേണ്ടി എപ്പോഴും തിരുവനന്തപുരത്ത് വരണമെന്നോ നിങ്ങളുടെ ഓഫീസിലേക്ക് വരണമെന്നോ നിങ്ങൾ ഇനി ക്ഷണിക്കേണ്ടതില്ല എന്ന് പറയുന്ന ഒരു രീതിയിലേക്ക് പോയി കാര്യങ്ങൾ. 1. 2, എനിക്ക് തോന്നുന്നു ആ ബാരിയർ വീണ്ടും താഴോട്ട് വരികയാണ്. വളരെ ഈക്വൽസായിട്ട് ശക്തമായ ഭാഷയിൽ വിമർശന ബുദ്ധിയോടുകൂടി തന്നെ ആൾക്കാർ നമ്മുടെ മുന്നിൽ സംസാരിക്കുന്നു. ജനങ്ങൾ താഴെ നിൽക്കുന്നവരും മന്ത്രിമാരും മന്ത്രിസഭയും സർക്കാരും ഒക്കെ മേലെ നിൽക്കുന്നവരുമാണ് എന്ന തോന്നലിൽ നിന്നും കേരളം പതുക്കെ മാറി വരികയാണ്. ആ ഭാഷയിൽ നമുക്ക് കാണാൻ സാധിക്കും. വളരെ ശക്തമായ നിർദ്ദേശങ്ങൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ മുൻപാകെ ധൈര്യത്തോടു കൂടി പറയുന്ന 100 കണക്കിന് ആൾക്കാർ. അതിൽ വളച്ചുകെട്ടുകളില്ല, അല്ലെങ്കിൽ പ്രശംസയുടെ ഭാഷയിലല്ല, പക്ഷേ കൃത്യമായ നിരീക്ഷണങ്ങൾ, ശക്തമായ അഭിപ്രായങ്ങൾ. അത് പറയാനുള്ള ഒരു മെച്യൂരിറ്റി ഇന്ന് നമ്മുടെ സമൂഹത്തിനുണ്ട് എന്ന് കാണുമ്പോൾ വലിയ സന്തോഷമാണ്. ജനപിന്തുണ ഒരു വശത്തുണ്ട് എന്ന് അഭിമാനിക്കുന്ന സമയത്തും നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രതിഷേധം മറുവശത്ത് നിൽക്കുകയും ചെയ്യുന്നുണ്ട്. പ്രതിഷേധം എന്ന് പറയുന്നത് പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്ന് മാത്രവുമല്ല, ഗവർണർ സർക്കാർ പോലും ഒരു വശത്ത് നടക്കുമ്പോൾ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം എങ്ങനെയായിരിക്കുമെന്ന് ഉറ്റുനോക്കുന്നുണ്ട് രാഷ്ട്രീയ കേരളം. അത് ഭരണ സംവിധാനത്തെ ആ റിഫ്റ്റ് പ്രതിസന്ധിയിലാക്കുന്നുണ്ട് എന്ന് പറയാൻ സാധിക്കില്ല. കാരണം നമ്മൾ ഓർക്കേണ്ടത് ഞങ്ങളുടെ ഓരോ പ്രവൃത്തിയും ഇൻ ദ നെയിം ഓഫ് ദി ഗവർണറാണ്. എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഞങ്ങളുടെ ഹെഡ് ഓഫ് സ്റ്റേറ്റാണ്, നമ്മുടെ എല്ലാവരുടെയും. അപ്പോൾ ഹെഡ് ഓഫ് സ്റ്റേറ്റ് എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ പൊസിഷൻ അഗ്രഗണ്യമാണ്. നമുക്ക് വേറൊരാളില്ല അതിൻ്റെ മുകളിൽ.
അതേ ബഹുമാനത്തോടു കൂടിയും അതേ എന്താ പറയുക അതിൻ്റെ ആ റോളിൻ്റെ ആ പോസ്റ്റിൻ്റെ എന്താ പറയുക അതിൻ്റെ പ്രൈമസി മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഗവൺമെൻറ് പ്രവർത്തിക്കുന്നത്. അതിലൊരു സംശയവും വേണ്ട. നമ്മൾ ഓർക്കേണ്ടത് ഈ അഭിപ്രായ വ്യത്യാസങ്ങളെന്ന് പറഞ്ഞ മറ്റൊരു മണ്ഡലത്തിലാണ്. സർക്കാർ എന്ന് പറയുന്ന ഒരു എഡിഫിസ് ഒരു ബോഡി നമ്മൾ എടുക്കുകയാണെങ്കിൽ ഞങ്ങൾ ഓരോ ദിവസവും പ്രവർത്തിക്കുന്നത് ഗവർണറുടെ പേരിലാണ്. അപ്പോൾ അതുകൊണ്ട് അവിടെ ഈ ഒരു പറയുന്ന സപ്പോസ്ഡ് ആയിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങളൊന്നും ഒരു സ്ഥാനവുമില്ല. അത് രാഷ്ട്രീയത്തിൽ മാത്രമാണ്. ഭരണ സംവിധാനങ്ങളെയോ പ്രവൃത്തികളെയോ അത് ഒരിക്കലും ഉണ്ടാവില്ല. അത് മെയിൻറ്റെയിൻ ചെയ്യാൻ ഞങ്ങൾ എപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കും. കാരണം അത് അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം ചലിക്കുന്ന യന്ത്രമാണ് നമ്മൾ. ആ ഒരു ഇമ്പോർട്ടൻസ് അത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ നൽകുന്നതാണ്. അപ്പോൾ അതിൽ ഒരു ഡൈല്യൂഷനും ഉണ്ടാവാൻ പാടില്ല എന്ന നിർദ്ദേശം ഞങ്ങൾക്ക് ഏറ്റവും മുകളിൽ നിന്ന് തന്നെ ലഭിക്കുന്നുമുണ്ട്. ഏത് രീതിയിലാണ് ഈ ബന്ധം മുന്നോട്ട് പോകേണ്ടത്, അതെങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത്, അത് അതിൻ്റേതായ ഗൗരവത്തോടു കൂടി അതിൻ്റേതായ പ്രാധാന്യത്തോടു കൂടി തന്നെ അത് മെയിൻറ്റെയിൻ ചെയ്യണം. അത് ഞങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുക തന്നെ ചെയ്യും. രാഷ്ട്രീയത്തിലുണ്ടാകുന്ന അത്തരം തർക്ക വിതർക്കങ്ങൾ ബ്യൂറോക്രസിയുടെ ഉന്നത തലത്തിലെത്തുമ്പോൾ അത് അസ്വസ്ഥപ്പെടുത്താറുണ്ടോ? അതെങ്ങനെയാണ് എടുക്കാറ്? ഇപ്പോൾ സാധാരണ ജനങ്ങൾ കാണുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നിങ്ങളെങ്ങനെയാണ് അത്തരം വിഷയങ്ങളെ കാണുക? തർക്കങ്ങളുണ്ടാവും. മനുഷ്യരാണെങ്കിൽ തർക്കങ്ങളുണ്ടാവും, അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവും. ചിലപ്പോൾ അത് ശക്തമായ ഭാഷയിലേക്ക് മാറിയെന്ന് വരും. ഞാനും എൻ്റെ സഹപ്രവർത്തകരും ഉദ്യോഗസ്ഥന്മാരായ സഹപ്രവർത്തകർ നമ്മൾ എല്ലാ ദിവസവും ഇതുപോലെയുള്ള കോൺഫ്ലിക്ട്സ് റിസോൾവ് ചെയ്തുകൊണ്ടാണ് മുന്നോട്ട് പോവുക. ആ കോൺഫ്ലിക്ട്സ് ഞങ്ങൾക്കിടയിലുണ്ടാവാം, ഞങ്ങളും ഞങ്ങളുടെ പൊളിറ്റിക്കൽ മാസ്റ്റേഴ്സും തമ്മിൽ, അതായത് മിനിസ്റ്റേഴ്സ് തമ്മിലും ഉണ്ടാവാം, അല്ലെങ്കിൽ ഇപ്പം കളക്ടർമാരാണെങ്കിൽ അവിടുത്തെ ജനപ്രതിനിധികൾ തമ്മിലുണ്ടാവും. അത് ഞാൻ കാണുന്നത് ഒരു ഹെൽത്തി ഡെമോക്രസിയുടെ ഒരു സിംറ്റം മാത്രമാണ്, ലക്ഷണമാണത്. ആ ലക്ഷണം നമ്മളെ കാണിക്കുന്നത് എന്താണ്? അഭിപ്രായങ്ങൾ വരുന്നു, അഭിപ്രായങ്ങൾ കോൺഫ്ലിക്റ്റിംഗ് ആവും. പക്ഷേ ആ കോൺഫ്ലിക്റ്റിനിടയിലൂടെ ശരിയായ ദിശയിലുള്ള തീരുമാനങ്ങൾ വരും. ഇതാണ് ഞാൻ പറയുന്നത്. അത് ഐഡിയൽ ആണോ എന്ന് ചോദിച്ചാൽ ഐഡിയൽ അല്ല. സമയം നഷ്ടപ്പെടും, പലപ്പോഴും നമ്മുടെ മനസ്സമാധാനം പോവും, ഫയലുകൾ ആവശ്യമില്ലാതെ കറങ്ങിയെന്ന് വരും. പക്ഷെ അതൊക്കെ എൻ്റെ അഭിപ്രായത്തിൽ ഈ ഇത്രയുമുള്ള ഒരു അനുഭവ പരിചയത്തിൽ അതിലൂടെ ഉണ്ടാവുന്ന നഷ്ടത്തേക്കാൾ എത്രയോ വലുതാണ് ഈ കോൺഫ്ലിക്റ്റിലൂടെയും ഈ ഡിസ്കഷൻസിലൂടെയും ഈ ഡിബേറ്റിലൂടെയും ഉണ്ടായി വരുന്ന ഷെയറിങ് ഓഫ് ഐഡിയാസ്. ഞാൻ ഒരു കാര്യത്തിൽ ശക്തമായി നിൽക്കുമ്പോഴാണ് എൻ്റെ കാര്യം ഒരുപക്ഷെ മറ്റേ കക്ഷിക്ക് മനസ്സിലാവുക. ഞങ്ങൾ ആദ്യം സംസാരിക്കുമ്പോൾ ഒരുപക്ഷെ ഞങ്ങൾ രണ്ടുപേരുടെയും പൊസിഷൻസ് വളരെ ശക്തമായിട്ട് സംസാരിച്ചെന്ന് വരും. അതിൽ രാഷ്ട്രീയം ഉണ്ടാവാം, അല്ലെങ്കിൽ മറ്റൊരു ഞാൻ റെപ്രസെൻ്റ് ചെയ്യുന്ന എന്ത് ഇൻട്രസ്റ്റ് ആണോ ആ ഇൻട്രസ്റ്റിനെ ഏറ്റവും ശക്തമായ ഭാഷയിൽ അവതരിപ്പിക്കേണ്ട ഞാൻ. പക്ഷേ അവിടെ നിന്നും അവസാനം തീരുമാനത്തിലേക്ക് വരുമ്പോൾ ഒരുപക്ഷെ രണ്ട് കക്ഷികൾക്കും ഐഡിയലായിട്ട് ആവണമെന്നില്ല, പക്ഷേ ഒരു ഒപ്റ്റിമൽ തീരുമാനം വരും. ഇതാണ് ഗവർണൻസിൻ്റെ മാജിക്. അതിനിടയിൽ നമുക്ക് വ്യക്തിപരമായിട്ടുള്ള രാഷ്ട്രീയ താല്പര്യങ്ങളുണ്ട്. അത് മാറ്റിവെക്കുക എന്നുള്ളത് ഒരു യഥാർത്ഥ പൗരൻ്റെ കടമ എന്നുള്ളതല്ല. പക്ഷെ ഇത് ബാലൻസ് ചെയ്യുകയും വേണം. അതൊരു ഞാണിമക്കളിയാണ്. എല്ലാവർക്കും, പ്രത്യേകിച്ച് നമ്മളെല്ലാവരും മലയാളികളല്ലേ, മലയാളികൾക്ക് രാഷ്ട്രീയമില്ലാത്ത മലയാളിയുണ്ടോ? രാഷ്ട്രീയം എന്ന് പറയുന്നത് നമ്മൾ ഉള്ളിൽ കാണുന്ന ചില ശരികളും ചില കാര്യങ്ങൾ ശരിയല്ല എന്നുള്ള തോന്നലുകളുമൊക്കെയാണ്. അത് പ്രത്യേകിച്ചും ഗവൺമെൻറ്റിൽ കയറുന്ന സമയത്ത്, അത് ഏത് പോസ്റ്റിൽ കയറുന്ന ആൾക്കാരാണെങ്കിലും ആദ്യം നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യം, നിങ്ങളുടെ രാഷ്ട്രീയം നിങ്ങളുടെ മാത്രമായ വ്യക്തിപരമായ ഒരു കാര്യമാണ്. അതിൻ്റെ ഒരു ലാഞ്ചന പോലും നിങ്ങൾ ചെയ്യുന്ന പണിയിലുണ്ടാവാൻ പാടില്ല. പ്രത്യേകിച്ചും നിങ്ങൾ ജനങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വകുപ്പുകളിലാണെങ്കിൽ ഒരു രാഷ്ട്രീയ കണ്ണോടുകൂടി അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ ലാക്കോടുകൂടി ഒരു കാര്യത്തിലേക്ക് ഇറങ്ങാൻ പാടില്ല. നമ്മുടെ മുന്നിൽ വരുന്ന ഒരു പൗരന് കിട്ടേണ്ട അർഹതപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ, പരിശോധിക്കുമ്പോൾ അതിൽ രാഷ്ട്രീയം കലരാൻ പാടില്ല. അതേപോലെയാണ് ഹയർ ഓർഡറിൽ തീരുമാനങ്ങൾ വരുമ്പോഴും. എൻ്റെ അഭിപ്രായത്തിൽ കേരളത്തിൽ നമുക്ക് വളരെ അഭിമാനിക്കാവുന്ന ഒരു കാര്യം, ഇത്രയും ശക്തമായിട്ടുള്ള പോളറൈസ്ഡ് ആയിട്ടുള്ള ഒപ്പീനിയൻസൊക്കെയുള്ള ഒരു സമൂഹത്തിൽ പോലും തീരുമാനങ്ങൾ എടുക്കുന്ന കാര്യത്തിലും ഗവൺമെൻറ് എന്ന നിലയിൽ ആ എൻറ്റിറ്റി മുന്നോട്ട് പോകുന്ന കാര്യത്തിലുമൊന്നും വലിയ രാഷ്ട്രീയ കളേർഡായിട്ടുള്ള തീരുമാനങ്ങൾ അധികം വരാറില്ല എന്ന് തന്നെ പറയാം. ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു
പൊസിഷനിലാണ് ഇപ്പോൾ നിൽക്കുന്നത്, ഏറ്റവും ചലഞ്ചിങ് ആയിട്ട് ഉള്ളതാണെന്ന് പറയുമ്പോൾ ഏറ്റവും എൻജോയ് ചെയ്തിരുന്നത് അത് ടൂറിസം വകുപ്പ് തന്നെയായിരുന്നു. നിസ്സംശയം. ടൂറിസത്തിൻ്റെ ഞാൻ വലിയൊരു ഭാഗ്യവാനാണ് അക്കാര്യത്തിൽ. കാരണം വളരെ ചെറിയ പ്രായത്തിൽ ഞാൻ ടൂറിസത്തിലേക്ക് കടന്നു വന്നു. അന്ന് എനിക്ക് കിട്ടിയ അവസരങ്ങൾ ഒരുപക്ഷെ ഇന്ത്യയിൽ ആർക്കും കിട്ടിയിരുന്നില്ല. ഇന്നിപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ 17-18 വർഷം ഈ ടൂറിസം മേഖലയിൽ എനിക്ക് വേരിയസ് ജോബ്സിൽ ജോലി ചെയ്യാനുള്ള അവസരം കിട്ടി. കേരളത്തിലും ഇന്ത്യയിലും ഇന്ത്യക്ക് പുറത്തുമൊക്കെ. അത് എനിക്ക് നൽകിയിട്ടുള്ള സന്തോഷം, എനിക്ക് നൽകിയിട്ടുള്ള തൃപ്തി, അത് പറഞ്ഞാൽ എനിക്ക് അവസാനിക്കില്ല. ഇൻക്രെഡിബിൾ ഇന്ത്യ അതെങ്ങനെ ഉണ്ടായി? ഇൻക്രെഡിബിൾ ഇന്ത്യ എന്നുള്ളത് ആ ബ്രാൻഡ്, എന്താ പറയുക, ടാഗ് ലൈൻ, നമ്മുടെ ടെക്നിക്കലായിട്ട് പറയുകയാണെങ്കിൽ ടാഗ് ലൈൻ എന്നാണ് വിളിക്കുക. ടാഗ് ലൈൻ ഉണ്ടായതിന് പിന്നിലൊരു കഥയുണ്ട്. കാരണം ഞാൻ പണ്ടേ കേന്ദ്ര സർക്കാരിൻ്റെ ടൂറിസം പ്രൊമോഷൻ ആക്ടിവിറ്റീസിനെ കുറിച്ചിട്ട് വലിയൊരു വിമർശകനായിരുന്നു. കാരണം അന്ന് ഞാൻ എപ്പോഴും വിചാരിക്കുന്ന ഒരു കാര്യം, അവർക്ക് ഈ ബ്രാൻഡിങ്ങിനെ കുറിച്ചും ബ്രാൻഡ് പൊസിഷനിങ്ങിനെ കുറിച്ചും ഒന്നും വേണ്ടത്ര പ്രൊഫഷണലായിട്ട് മനസ്സിലാക്കാത്ത ഒരു കൂട്ടം ഉദ്യോഗസ്ഥരാണ് ഇത് ചെയ്യുന്നത് എന്നുള്ളൊരു തോന്നലായിരുന്നു. മാത്രവുമല്ല അന്ന് അവിടെ പ്രൊഫഷണലായിട്ടുള്ള ഏജൻസീസും കുറവായിരുന്നു. അപ്പോൾ അവിടെയൊക്കെ എപ്പോഴും ഇതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഞാൻ കേരളത്തിൽ ഇരുന്നുകൊണ്ട് ഞാൻ എപ്പോഴും പറയും, ഇത് നമ്മുടെ കയ്യിലോ മറ്റോ കിട്ടിയിരുന്നെങ്കിൽ എന്തൊക്കെ ചെയ്യാമായിരുന്നു. ഈ ചെറിയ കേരളത്തിൽ ഇരുന്നുകൊണ്ട് ഇത്രയും ചെയ്യാമെങ്കിൽ ഇന്ത്യയുടെ ഒരു ക്യാൻവാസിൽ അവസരം കിട്ടിയിരുന്നെങ്കിൽ എന്നൊക്കെ ഞാൻ പറയുമായിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ യൂറോപ്പിൽ ഈ കേരള ടൂറിസത്തിൻ്റെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ടിട്ട് ഞങ്ങൾ യാത്ര ചെയ്യായിരുന്നു. ഞാനും ഇപ്പോൾ എൻ്റെ സഹപ്രവർത്തകനായ അഡീഷണൽ ചീഫ് സെക്രട്ടറി ഡോക്ടർ ജയതിലക് ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ രണ്ടുപേരുടെയും അന്ന് ഞങ്ങളുടെ ബോസായിരുന്ന ടൂറിസം സെക്രട്ടറി ശ്രീ അമിതാഭ് കാന്ത് ഉണ്ടായിരുന്നു. അങ്ങനെ എൻ്റെ ഈ ക്രിറ്റിസിസം കേട്ട് മടുത്തപ്പോൾ അദ്ദേഹം പറഞ്ഞു, നീ കുറേ നാളായി ഇത് സംസാരിക്കുന്നത് ഇങ്ങനെ, ശരി നീ ഇതിൻ്റെ ചുമതലക്കാരനായിരുന്നെങ്കിൽ നീ എന്ത് ചെയ്യുമായിരുന്നു? എങ്ങനെയാണ് നമ്മൾ ഇത്രയും കോംപ്ലക്സ് ആയ ഒരു നാടിനെ ബ്രാൻഡ് ചെയ്യാൻ പറ്റുക എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, സാർ അതൊരു വലിയ ചോദ്യമായിപ്പോൾ എന്നോട് ചോദിച്ചത്, ഞാൻ നാളെ പറയാം അതിൻ്റെ ഉത്തരം എന്ന് പറഞ്ഞു. അന്ന് രാത്രി ഞാൻ ഉറങ്ങിയില്ല. ഈ ഒരു ചോദ്യം പ്രതീക്ഷിച്ചിരുന്നില്ല. പക്ഷേ അന്ന് തിരിച്ചെത്തിയപ്പോഴേക്കും എൻ്റെ മനസ്സിലൊരു ഉത്തരം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ പറഞ്ഞത്, എനിക്കൊരു ചാൻസ് കിട്ടിയിരുന്നെങ്കിൽ ഞാനിതിൻ്റെ പേരിടുക ഇൻക്രെഡിബിൾ ഇന്ത്യ എന്നാണ്. അതെന്തുകൊണ്ടാണ്? ഇൻക്രെഡിബിൾ എന്ന വാക്ക് ഇംഗ്ലീഷിൽ ആസ് യു നോ അതിലൊരു പോസിറ്റീവ് സൈഡും ഉണ്ട്, ഒരു വളരെ നെഗറ്റീവ് സൈഡും ഉണ്ട്. പക്ഷേ ഈ പോസിറ്റീവ് സൈഡ് എന്ന് പറയുന്നത് തന്നെ മൾട്ടി ഡയമെൻഷനിലാണ്. നമ്മളൊരു കാര്യം നന്നായിട്ട് ചെയ്താൽ നമ്മൾ ഇൻക്രെഡിബിൾ എന്ന് പറയും. നമ്മൾ അവിശ്വസനീയമായ ഒരു കാര്യമാണ് കണ്ടതെങ്കിൽ അതിനെയും നമ്മൾ ഇൻക്രെഡിബിൾ എന്ന് വിളിക്കും. നമ്മൾ അത്ര ഇഷ്ടപ്പെടാത്തൊരു കാര്യം കണ്ടാൽ അതിനെയും നമ്മൾ ഇൻക്രെഡിബിൾ എന്നാണ് വിളിക്കുക. അങ്ങനെ ആ വാക്ക് ഇറ്റ് ഇസ് എ വെരി ഫ്ലെക്സിബിൾ, ഇറ്റ്സ് എ വെരി എന്താ പറയുക മൾട്ടി ഡയമെൻഷണൽ വേർഡ്. അപ്പോൾ അതിനെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇന്ത്യയുടെ പല ഫേസറ്റ്സിനെയും കണക്ട് ചെയ്യുന്ന രീതിയിൽ കൊണ്ടുപോവുകയും ചെയ്യാം. എന്നാൽ പല ഭാഷയിലേക്ക് ഇതിനെ മാറ്റുകയും ചെയ്യാം. ഈ ഇൻക്രെഡിബിൾ എന്നുള്ള വാക്കിൻ്റെ വളരെ റിലേറ്റഡ് ആയിട്ടുള്ളത് ഫ്രഞ്ചിലും സ്പാനിഷിലും ഒക്കെ ഉപയോഗിക്കാനും സാധിക്കും. അപ്പോൾ ഇതൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു മണിക്കൂർ നേരം ഞാൻ വീണ്ടും എല്ലാവരും ബോറടിപ്പിച്ചു. അതിനുശേഷം ഒരു 6 മാസം കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങളന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല, ശ്രീ കാന്ത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയിലേക്ക് അദ്ദേഹത്തിനെ വിളിച്ചു. അദ്ദേഹത്തിന് ടൂറിസത്തിൻ്റെ ചുമതല കിട്ടുകയും ചെയ്തു. അദ്ദേഹം ആദ്യം ചെയ്തത് എന്നെ വിളിക്കുക, എന്നിട്ട് പറഞ്ഞു, നീ ഈ ഡൽഹിയിലേക്ക് വരേണ്ട സമയമായി, ഞാനിവിടെ വന്നിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി ഡൽഹിയിൽ ഇൻക്രെഡിബിൾ ഇന്ത്യ ക്യാമ്പയിൻ ലോഞ്ച് ചെയ്തു. പിന്നെ അങ്ങോട്ട് അത് വളരെ ശക്തമായൊരു ബ്രാൻഡായിട്ട് മാറി. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ലോക ടൂറിസം ഭൂപടത്തിൽ എവിടെയാണ് കേരളത്തിൻ്റെ സ്ഥാനം ഇപ്പോഴെന്നാണ് കരുതുന്നത്? കേരളം ലോകത്തിൻ്റെ ടൂറിസം ഷെനാരിയോയിൽ തന്നെ വളരെ പ്രത്യേകതകളുള്ളൊരു സംസ്ഥാനമാണ്, ഒരു റീജിയനാണ്. കാരണം ഒരു ചെറിയ ഒരു പ്രദേശം എന്ന നിലയിൽ നമുക്ക് കുറേ അധികം ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. നമ്മൾ ആദ്യം അതാണ് ഓർക്കേണ്ടത്. ഇപ്പോൾ കൊച്ചിയിലേക്ക് കുറച്ച് ഇൻ്റർനാഷണൽ കണക്ഷൻസൊക്കെ വന്നു. മുൻപ് നമുക്കൊരു കണക്ഷനും ഉണ്ടായിരുന്നില്ല. കേരളത്തിലേക്ക് വിദേശ ടൂറിസ്റ്റുകൾ വരണമെങ്കിൽ ബോംബെയിലോ ഡൽഹിയിലോ ഒക്കെ ഇറങ്ങേണ്ട, അവിടെ നിന്ന് യാത്ര ചെയ്യേണ്ട ഒരു സാഹചര്യമായിരുന്നു. നമുക്ക് ഇന്ത്യ അറിയപ്പെടുന്നത് ഇന്ത്യയുടെ ഹിസ്റ്റോറിക്കൽ മോണ്യുമെൻറ്റ്സിനും ഒക്കെ വേണ്ടിയാണ്. ഒന്നുമില്ല ഇവിടെ,
ഒരു ഒരു എന്താ പറയുക, നമ്മുടെ യുനെസ്കോയിൻ്റെ റെക്കഗ്നിഷനുള്ള ഒരു മോണുമെൻറ്റ് പോലും നമുക്കില്ല. അപ്പോൾ അങ്ങനെ ഇൻഹെറൻറ്റ് ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയും. ഈ ഇൻഹെറൻ്റ് ആയിട്ടുള്ള കുറേ അധികം ഡിസഡ്വാൻറ്റേജസിനെ മറികടന്നുകൊണ്ട് നമ്മൾ ലോക ടൂറിസം ഭൂപടത്തിൽ തന്നെ സ്വന്തമായിട്ടുള്ള ഒരു ഏരിയ, നമ്മൾ ഒരു സ്ഥാനം നമ്മൾ നേടിയിട്ടുണ്ടെങ്കിൽ, നമ്മളൊരു കസേര വലിച്ച് നീട്ടി അവിടെ ഇരുന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ക്രെഡിറ്റ് നമ്മുടെ ഇവിടുത്തെ സംരംഭകർക്ക് തന്നെയാണ്. കാരണം മറ്റുള്ള സ്ഥലങ്ങളിൽ ഇല്ലാത്തൊരു രീതിയിലുള്ള ഒരു സംരംഭക സ്വഭാവം ഇവിടെ ഉണ്ട്, സംരംഭക സംസ്കാരം ഇവിടെ ഉണ്ട്. സ്മോൾ, ബ്യൂട്ടിഫുൾ, ബൊട്ടീക്ക്, യുണീക്ക്, ഇങ്ങനത്തെ വാക്കുകളാണ്. കേരളത്തെക്കുറിച്ച് സംസാരിക്കുമ്പോഴേക്കും ഈ വാക്കുകളൊക്കെ പുറത്തേക്ക് വരും. അത് ടൂറിസ്റ്റ് ഇവിടെ വരുന്ന സന്ദർശകരാകട്ടെ, ടൂർ ഓപ്പറേറ്റർമാരാകട്ടെ, ജേർണലിസ്റ്റ് ആകട്ടെ, മീഡിയ, എല്ലാവരും പറയുന്ന ഇതേ വാക്കുകളായിരിക്കും. അപ്പോൾ അങ്ങനെ വളരെ യുണീക്കായിട്ടുള്ളൊരു സ്പേസിലേക്ക് നമ്മൾ എത്തിയത് ഇവിടുത്തെ പ്രോപ്പർട്ടീസും ഇവിടുത്തെ വളരെ മിടുക്കരായിട്ടുള്ള സംരംഭകരും വളരെ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ടൂർ ഓപ്പറേറ്റർമാരും വളരെ കമ്മിറ്റഡ് ആയിട്ടുള്ള മീഡിയയും എല്ലാവരും കൂടെ ചേർന്നപ്പോൾ വളരെ നന്നായിട്ട് പ്രവർത്തിച്ച കുറച്ച് സർക്കാർ ഉദ്യോഗസ്ഥരും. ഇതൊരു വലിയ ടീമായിരുന്നു, ടീം കേരള. ലാക്ക് ചെയ്യുന്ന കാര്യങ്ങളും ഉണ്ടാവില്ലേ? ഇപ്പോൾ ഡൊമസ്റ്റിക് ടൂറിസം വളരെയധികം വർക്കൗട്ട് ആവുന്ന ഒരു സമയമാണ്. അപ്പോഴും അതിനും ഇനിയും നമ്മൾ കുറച്ചും കൂടെ അപ്ഡേറ്റഡ് ആവണം എന്ന് തോന്നുന്ന ഘടകങ്ങളില്ല? എന്താ സംശയം? ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നത് കേരളത്തിൻ്റെ ടൂറിസം പൊട്ടൻഷ്യലിൻ്റെ ഒരു 10 to 15% നമ്മൾ ടാപ്പ് ചെയ്തിട്ടുള്ളത്. ഇനിയും എത്രയോ പ്രോപ്പർട്ടീസ് പുതിയതായിട്ട് വരണം, എത്രയോ സ്ഥലങ്ങൾ ഇനിയും മാർക്കറ്റിലേക്ക് ഇറങ്ങാനുണ്ട്, എത്രയോ അനുഭവങ്ങൾ നമ്മൾ കണ്ടെത്താനിരിക്കുന്നു. കാരണം അത് ഇതൊരു എന്താണ്, ഒരു സ്റ്റാറ്റിക് ആയ ഒരു കാര്യമല്ല. മറ്റു പലയിടത്തും എന്താ സംഭവം? ഇപ്പോൾ ആഗ്ര നല്ലൊരു എക്സാമ്പിളാണ്. ആഗ്ര ഒരു സ്റ്റാറ്റിക് ഡെസ്റ്റിനേഷനാണ്. കാരണം ഒരു താജ്മഹൽ ഉണ്ട്, ആഗ്ര ഫോർട്ടുണ്ട്. ഇത് ഒരു 50-70 വർഷം മുൻപ് വന്നവരും ആഗ്രയിൽ പോകുമ്പോൾ താജിൽ പോവും, ആഗ്ര ഫോർട്ട് കാണും. ഇന്നും അത് തന്നെ. ഇനി 10-50 വർഷം കഴിഞ്ഞാലും ഇത് തന്നെ ഉണ്ടാവുക. കാരണം എന്താണ്? അവർക്ക് ഇതിനപ്പുറത്തേക്ക് അവർ ഗ്രോ ചെയ്യുന്നില്ല. അപ്പോൾ അവിടെ വരുന്ന പ്രോപ്പർട്ടീസ് എന്താണ്? താജ് കാണാവുന്ന പ്രോപ്പർട്ടി, താജിൻ്റെ അടുത്തുള്ള ഒരു പ്രോപ്പർട്ടി, ഇത്രയേ ഉള്ളൂ. അല്ലാതെ താജിൽ നിന്ന് ഞങ്ങൾ 50 കിലോമീറ്റർ പുറത്താണ് എന്ന് പറഞ്ഞ ഒരു പ്രോപ്പർട്ടി അവിടെ വരില്ല. എന്നാൽ കേരളത്തിലോ, ഞങ്ങൾ പട്ടണത്തിലല്ല എന്ന് പറയുന്നവർ, ഞങ്ങൾ ഒരു എല്ലാവരും അറിയപ്പെടുന്ന ഒരു ഡെസ്റ്റിനേഷനിലല്ല എന്ന് പറയുന്നതാണ് ഞങ്ങളുടെ USP എന്ന് പറയുന്ന നൂറുകണക്കിന് ആൾക്കാർ. അതാണ് കേരളവും മറ്റുള്ള സ്ഥലങ്ങളും തമ്മിലുള്ള പ്രധാനപ്പെട്ട ഡിഫറൻസ് ആയിട്ട് ഞാൻ കണ്ടിട്ടുള്ളത്. കടന്നുപോയ മറ്റ് മേഖലകളെ കൂടെ ചോദിക്കുമ്പോൾ, നാട് കടന്നുപോയ ആ വെള്ളപ്പൊക്കം, ആ സമയത്ത് അത് മറികടക്കാൻ കഴിയുന്നതാണ് എന്നുള്ള ഒരു ആത്മവിശ്വാസം, ഒരു ഉറപ്പ് അന്ന് ശരിക്കും തോന്നിയിരുന്നു? വളരെ എന്താ പറയുക, പ്രയാസം അനുഭവിച്ച ഒരാഴ്ചയായിരുന്നു അത്. ഒരാഴ്ച 10 ദിവസം ഞാൻ നമ്മുടെ കൺട്രോൾ റൂമിൽ തന്നെ ഉണ്ടായിരുന്നു. 2-3 മണിക്കൂർ നേരം മാത്രം ഡ്രസ്സ് മാറാൻ പോകുന്നതല്ലാതെ ബാക്കി സമയം മുഴുവൻ അവിടെയാണ് ചെലവഴിച്ചത്. ഒരു ആദ്യത്തെ സമയത്ത് പതറിപ്പോയിരുന്നില്ലായിരുന്നു, ശരിക്കും പേടിച്ചിരുന്നു. കാരണം അന്ന് എനിക്ക് ഓർമ്മയുണ്ട്, നമ്മുടെ ചില ഡാമുകൾ ഒരു പക്ഷേ പൊട്ടാനിടയുണ്ട് എന്നുവരെ സാങ്കേതിക വിദഗ്ധർ നമ്മളോട് പറയുന്നൊരു സമയമായിരുന്നു. അപ്പോൾ എന്തിനും തയ്യാറാകണം എന്ന് പറയുന്ന ഒരു നിലയിൽ നിന്നും പിന്നെ നമ്മൾ അടുത്ത ഘട്ടത്തിലേക്ക് പോയി. അപ്പോഴേക്കും വെള്ളം ഇറങ്ങാത്ത ഒരു സാഹചര്യം വരുന്നു, ഫുഡ് കൊടുക്കേണ്ടത് വന്നു, റെസ്ക്യൂവിന് വേണ്ടിയിട്ടുള്ള ഇത് വന്നു. എനിക്ക് സത്യം പറഞ്ഞാൽ അന്ന് ഞങ്ങൾ വി വർ ലിവിങ് ഫ്രം മിനിറ്റ് ടു മിനിറ്റ്. ഞങ്ങൾക്ക് നാളെ എന്തെന്നുള്ളതല്ല, അടുത്തൊരു മണിക്കൂർ കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, എന്താണ് പുതിയ വാർത്ത വരിക എന്നുള്ളതായിരുന്നു. അങ്ങനെ ഒരു അഡ്വാൻസ്ഡ് പ്ലാനിങ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ ഇപ്പോൾ തമാശ പറയും, അന്ന് ഞങ്ങളുടെ മീറ്റിങ്സ്, ഞങ്ങളുടെ 1 മിനിറ്റ് മീറ്റിംഗ് ഉണ്ടായിരുന്നു, 3 മിനിറ്റ് മീറ്റിംഗ്. അപ്പോൾ ഞങ്ങളുടെ മീറ്റിങ്സ് എല്ലാം നിന്നുകൊണ്ട് ഫോണുകൾ മാറ്റി വെച്ചാൽ ഒരു മീറ്റിംഗായി. ആ രൂപത്തിൽ കാര്യങ്ങൾ തീരുമാനിച്ച് മുന്നോട്ട് പോകുന്ന ഇതായിരുന്നു. അന്ന് കൺട്രോൾ റൂമിൻ്റെ ചുമതലക്കാരൻ കുര്യൻ സാറായിരുന്നു, പി എച്ച് കുര്യനും ഞാനും നമ്മുടെ ശേഖർ കുര്യാക്കോസ്, ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ സാങ്കേതികമായിട്ടുള്ള ചില ആൾക്കാർ, ഞങ്ങളെല്ലാവരും ഇരുന്ന് അതാത് സമയങ്ങളിൽ കുഞ്ഞു തീരുമാനങ്ങൾ എടുത്താണ് പോകുന്നത്. മുഖ്യമന്ത്രി അറിയിക്കുന്ന കാര്യങ്ങൾ മുഖ്യമന്ത്രി അറിയിക്കുക, മറ്റുള്ള കാര്യങ്ങളെല്ലാം ഫീൽഡിലേക്ക് അറിയിക്കുക.
ഞാൻ കണ്ടത് ആദ്യത്തെ ഒരു 3-4 ദിവസം ഇതുപോലെ ടാക്റ്റിക്കലായിട്ട് മാനേജ് ചെയ്യുന്നതായിരുന്നു. പക്ഷേ അത് കഴിഞ്ഞപ്പോഴേക്കും പെട്ടെന്നാണല്ലോ നമ്മുടെ നാട്ടിലെ ഇതുമായിട്ട് ഒരല്പം ഇതിൽ നിന്ന് മാറി നിൽക്കുന്നവർ, ഇത് ഈ പ്രശ്നങ്ങളിൽ പെടാത്തവരെല്ലാവരും നേരിട്ടങ്ങ് ഇറങ്ങുകയായിരുന്നല്ലോ. എന്നെക്കൊണ്ട് എന്ത് ചെയ്യാൻ സാധിക്കുമെന്ന് ചോദിച്ചുകൊണ്ട് ഞങ്ങളൊന്നും ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഒരു ഹ്യൂജ് ഗ്രൗണ്ട് സ്വെൽ ഓഫ് സപ്പോർട്ട് ആൻഡ് പാർട്ടിസിപ്പേഷൻ. ആ ഒരു മൂവ്മെൻറ്റ് കണ്ടതോടുകൂടി നമുക്ക് മനസ്സിലായി ഇത് സർക്കാർ ചെയ്യേണ്ട കാര്യമല്ല എന്ന് ജനങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. സർക്കാർ എത്താത്തിടത്ത് മുഴുവൻ ജനങ്ങളെത്തും. ആ ജനങ്ങൾ അവർക്ക് വേണ്ടതായ രീതിയിലുള്ള വഴികൾ കണ്ടെത്തുന്നു, ഉപായങ്ങൾ കണ്ടെത്തുന്നു എന്ന് കണ്ടിരുന്നു. പിന്നെ അവരെ സപ്പോർട്ട് ചെയ്താൽ മതി. അപ്പോൾ മെറ്റീരിയൽസ് കൊടുക്കുക. മെറ്റീരിയൽസ് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഓരോരുത്തരും വിളി വരും, ഞങ്ങൾ ഇങ്ങോട്ട് പോവുകയാണ്, ഇവിടേക്ക് സാധനം എത്തണം. അപ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് എങ്ങനെ എത്തി? ഞങ്ങൾ ലോജിസ്റ്റിക്സ് പ്രൊവൈഡ് ചെയ്യുന്ന ആൾക്കാരായി മാറി. നേരിട്ട് ഉള്ള കാര്യങ്ങൾ മറ്റു പലരും ഏറ്റെടുക്കുന്നൊരു സാഹചര്യം ഉണ്ടായി. അങ്ങനെ എനിക്ക് ഇപ്പോഴും വിശ്വാസമാവുന്നില്ല എങ്ങനെ നമ്മളത് എല്ലാവരും കൂടി അത് കൈകാര്യം ചെയ്തത് എങ്ങനെയെന്നുള്ളത്. അത്രയും പ്രശംസ നേടിയ ഒരു ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഹാൻഡിൽ ചെയ്ത രീതി പോലും, അതിലും പക്ഷേ രാഷ്ട്രീയപരമായിട്ടുള്ള വിമർശനമുണ്ടായി. അപ്പോൾ ഒരു നിരാശ തോന്നിയിരുന്നു? നിരാശയുണ്ടായിരുന്നു. പക്ഷേ അതും ആ ഒരു ഇമോഷണലായ ഒരു സാഹചര്യമല്ലേ. ഇപ്പോൾ എല്ലായിടത്തും നമുക്ക് എത്താൻ സാധിക്കുന്നില്ല. എല്ലാവർക്കും സർക്കാരിൻ്റെ എന്താ പറയുക ഉടനടിയുള്ള അപ്പം തന്നെ ചെയ്യേണ്ട ചില കാര്യങ്ങൾ അവർ ഡിമാൻഡ് ചെയ്യുന്നൊരു സമയമാണ്. നമ്മുടെ കൺസ്ട്രെയിൻസ് പറയേണ്ട സമയമല്ല അത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സ്വയം സമാധാനിക്കാറുള്ള കാര്യം ഇത്രയുമല്ല സംഭവിച്ചിട്ടുള്ളൂ, 4 ചീത്തയും കൂടെ കേൾക്കാം, കുഴപ്പമില്ല. കാരണം നമ്മുടെ എഫേർട്ട് കുറഞ്ഞതുകൊണ്ടല്ല എന്നുള്ളത് ഞങ്ങൾക്കറിയാം. 1. 2, ഏതെങ്കിലും രീതിയിൽ ഒരു ഡിസ്ക്രിമിനേഷൻ ഉണ്ടായിട്ടില്ല എന്നും നമുക്കറിയാം. പക്ഷേ അതൊന്നും ഒരു കാര്യമല്ല. ദുരിതം അനുഭവിക്കുന്ന ജനങ്ങൾക്ക് ആ ദുരിതത്തിൻ്റെ പരിഹാരം അപ്പോൾ കിട്ടണം. അത് കിട്ടിയിട്ടില്ല എങ്കിൽ അതൊരു ന്യൂനത തന്നെയാണ്. റീബിൽഡ് കേരളയെക്കുറിച്ച് കൂടി അതൊരു വിജയമായിരുന്നു എന്ന് വിശേഷിപ്പിക്കുന്നുണ്ടോ? സംശയം എന്താ? ഈ റീബിൽഡ് കേരളയെ കുറിച്ചിട്ട് നമ്മളിങ്ങനെ എല്ലായിടത്തും പെരുമ്പറ കൊട്ടി പറയുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ എന്താ പറയുക, അത് വിജയിച്ചോ എന്ന് സംശയത്തിന് വരുന്നത്. കാരണം റീബിൽഡ് കേരള ഇനീഷ്യേറ്റീവ് ഈ ലോകത്തിൽ തന്നെ ഈ ഒരു ഡിസാസ്റ്റർ കഴിഞ്ഞാലുണ്ടായ റിക്കവറി നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത്രയും വേഗതയിൽ ഈ സാങ്കേതിക വിദഗ്ധരുടെ അനവധി ടീമുകൾ ഇവിടെ വരികയും അവരിലൂടെ ഈ ഇത് നമ്മുടെ സാമ്പത്തിക സഹായത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ടെക്നിക്കൽ ഡോക്യുമെൻ്റ് തയ്യാറാക്കി അത് പല ലെൻഡിങ് ഏജൻസീസിനടുത്തും പോയി ഏതാനും മാസങ്ങൾക്കകം തന്നെ നമ്മൾ ഇതെല്ലാം റെഡിയാക്കിയിട്ട് ഇതിൻ്റെ റീകൺസ്ട്രക്ഷനിലേക്ക് നമുക്ക് കടക്കാൻ സാധിച്ചു. റീകൺസ്ട്രക്ഷൻ എന്ന് പറയുന്നതും വീണ്ടും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയാണ്. പൂർണ്ണ തൃപ്തിയോടെ എല്ലാവർക്കും എത്തിയെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ വൈറ്റൽ ഇൻസ്റ്റലേഷൻസ് അതെല്ലാം തിരിച്ചു വന്നില്ലേ? വന്നു. അപ്പോൾ അതായത് നമ്മുടെ ഓരോ പ്രയോറിറ്റി നമ്മൾ ഓർക്കേണ്ടത്. ഏറ്റവും പ്രധാനപ്പെട്ടത് ഇൻസ്റ്റലേഷൻസ്, യൂട്ടിലിറ്റീസ്, അത് കഴിഞ്ഞിട്ട് പിന്നെ റോഡുകളായി, അങ്ങനെ ഓരോ ഇതെടുക്കുകയാണ്. നമ്മുടെ എല്ലാ സ്ട്രക്ചേഴ്സ്, ഡാംസ്. റീബിൽഡ് കേരള ഇനിഷ്യേറ്റീവിലൂടെ പെട്ടെന്ന് നടക്കേണ്ട റീകൺസ്ട്രക്ഷൻ ആ സമയത്ത് നടന്നു. മറ്റു ചില കാര്യങ്ങൾ കുറച്ചും കൂടി കഴിഞ്ഞാണ് നടന്നത്. ഇപ്പം എനിക്ക് അവരുടെ ഓർമ്മയുണ്ടോയെന്ന് അറിയില്ല, റോഡുകൾ, പ്രത്യേകിച്ച് നമ്മുടെ പഞ്ചായത്തുകളിലേക്ക് റോഡുകൾ, അതിൻ്റെ റീകൺസ്ട്രക്ഷൻ സമയമെടുത്തു. പരാതികളുടെ പ്രളയമായി, ഒന്നും നടക്കുന്നില്ല. അതിനുശേഷം പിന്നെ ഒന്നും കേൾക്കുന്നില്ലല്ലോ. അതെന്തുകൊണ്ടാണ്? കാരണം ഒരു ലാഗ് ഉണ്ടായിരുന്നു. പക്ഷെ അതിനുശേഷം ഈ വേൾഡ് ബാങ്കിൻ്റെ തുകയ്ക്ക് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്തില്ല. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് പണമെടുത്തു. പഞ്ചായത്തിലെ ആയിരക്കണക്കിന് റോഡുകൾ നമ്മൾ പുനർനിർമ്മിച്ചു. അപ്പം അങ്ങനെ പുറത്തുനിന്നുള്ള എക്സ്റ്റേണൽ എയ്ഡ് നമ്മൾ കൊണ്ടുവന്നു. നമ്മുടെ കയ്യിലുള്ള വിഭവങ്ങൾ നമ്മൾ ഉപയോഗിച്ചു. ഒരു താരതമ്യേന ചെറിയൊരു പീരീഡ് കൊണ്ട് തന്നെ സ്റ്റേറ്റിന് തിരിച്ച് സ്വന്തം കാലിൽ നിൽക്കാനായി. അത് റീബിൽഡ് കേരളയുടെ ഒരു ക്രെഡിറ്റായിട്ട് ഞാൻ പറയും. ബ്യൂറോക്രാറ്റുകൾക്ക് എപ്പോഴും റെഡ് കാർപ്പറ്റ് അല്ല. ചില സമയങ്ങളിൽ ഒക്കെ ഒരു വെല്ലുവിളികളും അധികാരികളുടെ കണ്ണിലുണ്ണിയായിട്ട് തന്നെ എല്ലാ കാലത്തും ഇരിക്കുകയില്ല എന്ന് പൊതുവെ പറയുന്നു. ഞാൻ ഈ റീബിൽഡ് കേരള കാര്യം പറഞ്ഞപ്പോൾ ഇടയ്ക്ക് ഒരു മാറി നിൽക്കലൊക്കെ ആ രീതിയിൽ വ്യാഖ്യാനിക്കപ്പെട്ടിരുന്നല്ലോ. അന്ന് അത് വ്യാഖ്യാനമുണ്ടായിരുന്നു. പക്ഷെ അന്നത് നമ്മൾ ഓർക്കേണ്ടത് റീബിൽഡ് കേരളയിലെ എൻ്റെ പ്രധാനപ്പെട്ട ഒരു റോളായിട്ട് ഞാൻ കാണുന്നത് ആ ഒരു സമയത്ത് ഇതിനെ പൈലറ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു. ഒരു കോർഡിനേറ്റർ എന്ന നിലയിലും ഒരു പൈലറ്റ് എന്ന നിലയിലും
ഈ വിവിധ വകുപ്പുകളുടെ ആവശ്യങ്ങൾ കൊണ്ടുവരിക, വിവിധ ഇൻ്റർനാഷണൽ ഏജൻസീസിൻ്റെ ടെക്നിക്കൽ എക്സ്പേർട്സിനെ കൊണ്ടുവന്നിട്ട് ഈ വിഷയവുമായി ബന്ധപ്പെടുത്തുക, വിവിധ ലെൻഡിങ് ഏജൻസീസ് വേൾഡ് ബാങ്ക് പോലെ KFW പോലെയുള്ള അവരുമായി ബന്ധപ്പെട്ട ആ ഫണ്ടിങ് ഉറപ്പുവരുത്തുക, ഇതൊക്കെയാണ് ഇതിൻ്റെ ഇനീഷ്യൽ വർക്കാണ് ഏറ്റവും വലിയ വർക്ക്. രണ്ടാമത്തെ ഘട്ടത്തിലാണ് ഇതെല്ലാം റെഡിയായി കഴിയുമ്പോഴേക്കും പണം വന്നു തുടങ്ങിക്കഴിഞ്ഞാൽ അതാത് വകുപ്പുകളിലേക്കുള്ള ജിയോ ഇഷ്യൂ ചെയ്യുക, ഇന്ന വകുപ്പിന് ഇതാണ് നിങ്ങളുടെ അലൊക്കേഷൻ. ഇത്രയും ചെയ്ത ശേഷം എനിക്ക് അടുത്ത ഘട്ടത്തിലേക്ക് പോകേണ്ട സമയമായി. ഇത് പിന്നെ മാനേജ് ചെയ്യാന്ന് പറയുന്നത് വലിയ പ്രയാസമുള്ള കാര്യമല്ല. ഞാൻ പോകുമ്പോഴേക്കും 3000 ചിലവാനും കോടി രൂപയുടെ ഫണ്ട് സെക്യൂർ ചെയ്ത് കഴിഞ്ഞിരുന്നു. വേൾഡ് ബാങ്കിൽ ആദ്യത്തെ ഗഡു നമുക്ക് ലഭിച്ചു കഴിഞ്ഞിരുന്നു. ഏതെല്ലാം വകുപ്പിലെ ഏതെല്ലാം പദ്ധതികൾക്കാണിത് പോകേണ്ടതെന്നുള്ളതിൻ്റെ ഉത്തരവുകൾ ഇറങ്ങിക്കഴിഞ്ഞിരുന്നു. അപ്പോൾ എൻ്റെ ഒരു കാൽക്കുലേഷനിൽ ആ ഘട്ടത്തിൽ ഞാൻ ചെയ്തു തീർക്കേണ്ട പണികളെല്ലാം ചെയ്തിരുന്നു. അത് അടുത്ത ഘട്ടം കൂടുതലും മോണിറ്ററിംഗ് ആയിരുന്നു. അപ്പോൾ ആ മോണിറ്ററിങ്ങിൻ്റെ കാര്യം ധനകാര്യ വകുപ്പിൻ്റെ സെക്രട്ടറി തന്നെ, അദ്ദേഹമാണല്ലോ ഈ പണമിടപാടുകളുടെ കാര്യങ്ങളൊക്കെ നോക്കേണ്ട ആൾ. അദ്ദേഹം തന്നെ ഈ മോണിറ്ററിങ് നടത്താം, അതാണ് കുറേ കൂടി എഫിഷ്യൻ്റ് ആയിട്ടുള്ളത് എന്ന ഒരു തീരുമാനമായിരുന്നു അത്. അതിൽ ആസ് ഫാർ എസ് ഐ വാസ് കൺസേൺഡ് എൻ്റെ ജോലി ഞാൻ നിർവഹിച്ച് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതായിരുന്നു ഞാൻ കണ്ടിരുന്നത്. അനുസ്യൂതം തുടർന്ന് ജോലിയുടെ ഇടയിൽ വരുന്ന ഇടവേളകളെക്കുറിച്ച് ചോദിക്കുമ്പോൾ അങ്ങനെ ഒന്നായിരുന്നു ആ അപകടം, ആ റോഡ് ആക്സിഡൻറ്റ് അല്ലേ? റോഡ് ആക്സിഡൻറ്റ് ഇന്നലെ കൊണ്ടൊരു വർഷമായി. ഞങ്ങളുടെ ജീവിതത്തിലൊരു ഫുൾ സ്റ്റോപ്പ് വരേണ്ട കാര്യമായിരുന്നു അത്. അതൊരു ചെറിയൊരു കോമയിട്ടിട്ട് അങ്ങ് പോയി. കുറച്ച് നാൾ ജോലിയിൽ നിന്ന്, ആക്റ്റീവ് ജോലിയിൽ നിന്നും കുറച്ച് നാൾ മാറി നിൽക്കേണ്ടി വന്നു. പക്ഷേ എന്തെല്ലാമൊക്കെ സംഭവിക്കാമായിരുന്നു, അതൊന്നും സംഭവിച്ചില്ല. എൻ്റെ ഒരു ഞാൻ ഇപ്പോൾ കാണുന്നത് അതൊരു ഓർമ്മപ്പെടുത്തൽ മാത്രമാണ്. ഉള്ള സമയം നന്നായിട്ട് ജീവിക്കണം, നമുക്കെല്ലാം ഏത് സമയവും ഉണ്ടാകുമെന്ന ഒരു തോന്നലാണ്. ഇതുപോലെ ഒരു റിമൈൻഡർ വരുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുക ഹൗ പ്രഷ്യസ് ലൈഫ് ഇസ്, എവറി മൊമെൻറ്റ് ഇസ്. അപ്പോൾ അതെനിക്ക് നന്നായിട്ട് ഇപ്പോൾ ബോധ്യമായി. ഇപ്പം ഞാൻ ഐ ലിവ് എവറി മൊമെൻറ്റ്. അതിനുശേഷം വർക്കലയിൽ വന്ന് ഒരു സൈക്ലിംഗ് നടത്തി. ഈ പറയാതെ പറയുകയായിരുന്നു ഐ എം ഫിറ്റ് ഫോർ ദ ജോബ്, ഐ എം ബാക്ക് എന്ന് പറയുമായിരുന്നു. സൈക്ലിംഗ് ഞാനിപ്പോൾ എന്തെങ്കിലും ചെയ്തില്ലേ? സൈക്ലിംഗ് എൻ്റെ ഒരു പാഷനാണ്. യെസ്, അത് ഞാൻ ആക്ച്വലി എനിക്ക് ധാരാളം ഇഞ്ചുറീസ് ഉണ്ടായിരുന്നെങ്കിലും എനിക്ക് വീട്ടിലിരിക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ CM-നോടൊക്കെ പറഞ്ഞിരുന്നു, ഞാൻ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഫയലുകളൊക്കെ കാണാമല്ലോ, ഫയലുകളൊക്കെ വീട്ടിലിരുന്നാലും കാണാം. അപ്പോൾ ഞാനൊരു 2 ആഴ്ച കഴിഞ്ഞപ്പോഴേക്കും തന്നെ ഫയലൊക്കെ ചെയ്ത് തുടങ്ങി. കുറച്ചായിട്ട് ഫയൽ ചെയ്ത് തുടങ്ങി. ഓഫീസിലേക്ക് വരാൻ പറ്റില്ല, കാരണം പല്ലൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ റിപ്പയറും കാര്യങ്ങളും, പിന്നെ ഈ നീരൊക്കെ കുറയണം, അങ്ങനത്തെ പ്രയാസങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് കുറച്ചും കൂടി സമയമെടുത്തു. ബട്ട് ഈ ജോലിയാണ് എന്നെ തിരിച്ച് ഇതിലേക്ക് കയറ്റുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ടൊരു കാര്യം. കാരണം ഇറ്റ് ഈസ് എ ഗ്രേറ്റ് ഡിസ്ട്രാക്ഷൻ. നമ്മളിതിനെക്കുറിച്ച് അല്ലെങ്കിൽ ആലോചിച്ചിരുന്നു പോകും. നമ്മുടെ ഓരോ കുഞ്ഞു വേദനയും കുഞ്ഞു പ്രയാസവും ഇതിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കും. അതിനേക്കാൾ എപ്പോഴും നല്ലത് യു ഡിസ്ട്രാക്ട് യുവർ സെൽഫ് ബൈ വർക്ക്. വേദനകളിൽ നിന്ന് പോലും ഡിസ്ട്രാക്ട് ചെയ്യുന്ന ആ ജോലി, കർമ്മനിരതനായ ഒരു ഉദ്യോഗസ്ഥൻ, അതിൻ്റെ മറുവശമാണോ സാഹിത്യകാരനായ, കലാസ്വാദകനായ, കലാകാരനായിട്ടുള്ള വി വേണു എന്ന് പറയുന്ന ഒരാൾ? രണ്ടും ശരിക്കും കൊണ്ടു നടക്കണം ഒരുമിച്ച്. അതിനുള്ള ഒരു സമയം ഇപ്പോൾ കിട്ടുന്നില്ല എന്നുള്ളതാണ് പ്രയാസം. എൻ്റെ അടിസ്ഥാനപരമായ ക്യാരക്ടറിൻ്റെ കോറിൽ തന്നെ നിൽക്കുന്ന കാര്യങ്ങളാണ് എൻ്റെ നാടകവും എനിക്കിഷ്ടമുള്ള സംഗീതവും ഒക്കെ. അത് പൂർണ്ണമായിട്ടും അതിന് സമയം കണ്ടെത്തുന്നില്ല എന്നുള്ളത് ഞാൻ ഓരോ ദിവസവും എന്നോട് തന്നെ കലഹിക്കുന്നൊരു കാര്യമാണ്. പക്ഷേ വേറൊരു കാര്യമുണ്ട്. ഇപ്പോൾ എനിക്ക് നാടകം എന്ന് പറയുന്നത് ഒരു നാടക സംഘത്തിൻ്റെ ഭാഗമാവുക എന്നുള്ളതാണ്. അതായത് നാടകത്തിലൊരു തട്ടിൽ കയറണമെന്നൊന്നും ഒരു നിർബന്ധമില്ല. നാടക സംഘത്തിൻ്റെ ഭാഗമാവുന്ന ഒരു വലിയ എനർജറ്റിക് ക്രിയേറ്റീവ് ഗ്രൂപ്പിൻ്റെ ആ ഒരു ലോകത്തേക്ക് കയറുക എന്നുള്ളതാണ്. അതിനുള്ള അവസരം ഇപ്പോൾ കിട്ടുന്നില്ല. അന്താരാഷ്ട്ര നാടകോത്സവമൊക്കെ കൊണ്ടുവന്നതിൻ്റെ പിറകിൽ വർക്ക് ചെയ്തിട്ടുണ്ട് എന്ന് കേട്ടിട്ടുണ്ട്. ഈ കാവാലത്തിൻ്റെ ഒക്കെ ഒരു ഇൻഫ്ലുവൻസ് എങ്ങനെയാണ് ശരിക്കും ആ നാടകമായിട്ട് തുടങ്ങുമ്പോൾ? അന്താരാഷ്ട്ര ഫെസ്റ്റിവലിൻ്റെ ഇറ്റ്ഫോക്ക് എന്ന ഇപ്പോൾ
ഇറ്റ്ഫോക്ക് എന്ന നിലയിൽ നമ്മുടെ എല്ലാവരുടെയും കൂടെ നിൽക്കുന്ന ഒരു സാധനമായി മാറിയിട്ടുണ്ട്. അത് ആരംഭഘട്ടത്തിൽ മുരളിച്ചേട്ടൻ അന്ന് ചെയർമാനായിരുന്നു അക്കാഡമിയുടെ, ഞാനന്ന് സാംസ്കാരിക വകുപ്പ് സെക്രട്ടറി ആയിരുന്നു. അതിൻ്റെ ആദ്യ ചർച്ചകൾ അല്ലെങ്കിൽ ആദ്യ ആലോചനകളൊക്കെ നടക്കുന്ന സമയത്ത് മുരളിച്ചേട്ടൻ്റെ മനസ്സിൽ ഈ ഒരു ആശയം രൂപപ്പെടുമ്പോൾ, അദ്ദേഹം സംസാരിക്കുമ്പോൾ കൂടെ അതിൻ്റെ ഭാഗമായി നിൽക്കുന്നു എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷമുള്ള കാര്യമായിരുന്നു. ഇതൊക്കെ ഇത് ഈ രൂപത്തിലേക്ക് എത്തുമെന്ന് അന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല. കാരണം അന്ന് പ്രത്യേകിച്ചും അക്കാഡമിക്ക് കിട്ടുന്നത് ചെറിയ തുച്ഛമായിട്ടുള്ള ഒരു തുകയാണ്. പക്ഷേ അവിടെ ബേബി സാർ വഹിച്ച പങ്കും നമ്മൾ പറയണം. അത് മുരളിച്ചേട്ടനും ബേബി സാറും വളരെ വിഷണറി ആയിട്ട് നിന്നു എന്നുള്ളത് കൊണ്ട് അവരുടെ കണ്ണിൻ്റെ മുന്നിൽ ഈ വലിയ ഈ ഒരു പദ്ധതി ഓൾറെഡി രൂപം കൊണ്ടിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് കടലാസുകൾ നീക്കുന്ന പണിയായിരുന്നു എനിക്കുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ കാവാലത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അദ്ദേഹം ഇപ്പോൾ ഈ ഇറ്റ്ഫോക്ക് പോലത്തെ ഒരു മോഡേൺ തിയേറ്റർ മൂവ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് വന്നിട്ടില്ല എങ്കിലും നമ്മുടെ നാട്ടിൽ എത്രയോ എന്താ പറയുക, നമ്മുടെ പെർഫോമിംഗ് ആർട്സിൻ്റെയൊക്കെ കാര്യത്തിൽ അദ്ദേഹം ചെയ്തിട്ടുള്ള വർക്ക് നമുക്ക് ആലോചിക്കാൻ സാധിക്കില്ല. അത്രയും മുൻപിലായിരുന്നു അദ്ദേഹം. നമ്മുടെയൊക്കെ എത്രയോ അത് 50കൾ മുതൽ തന്നെ കേരളത്തിലെ പ്രത്യേകിച്ചും പാരമ്പര്യ കലകളുടെ നാട്യസങ്കേതങ്ങൾ എന്ത്, സംഗീത പദ്ധതികൾ എന്ത് എന്നൊക്കെ മനസ്സിലാക്കുകയും അത് ഡോക്യുമെൻ്റ് ചെയ്യുകയും ചെയ്യാൻ വേണ്ടിയിട്ട് എത്രയെത്ര സ്ഥലങ്ങളിൽ കയറി ഇറങ്ങിയ ആൾ. അതിൽ നിന്നൊക്കെ ഊർജവും അറിവും ഉൾക്കൊണ്ടുകൊണ്ട് സ്വന്തമായിട്ട് ഇന്ത്യയിൽ സ്വന്തമായിട്ടുള്ള ഒരു ശൈലി രൂപീകരിച്ച എത്ര പേരുണ്ട്. അതാണ് കാവാലത്തിൻ്റെ ഒരു കാര്യം. ആ കാവാലം ഇൻഫ്ലുവൻസ് ചെയ്യാത്ത നാടകക്കാരില്ല. ഞങ്ങൾ ഈ നാടകത്തിനെ കാണുന്നവർ എന്ന നിലയിൽ ഞാനൊക്കെ പറയും, നമ്മളതിൽ നിന്ന് പിന്നെ മുന്നോട്ട് പോയിട്ടുണ്ടാവണം. അതിനൊരു സെൽഫ് ലിമിറ്റിംഗ് ആയിട്ടുള്ള ഒരു കുഴപ്പമുണ്ട് എന്നുള്ളത് കാണുമ്പോൾ തന്നെ നമ്മൾ ഓരോ നിമിഷവും അക്നോളജ് ചെയ്യും. ഇദ്ദേഹത്തിനെ പോലെ ഒരു മാസ്റ്റർ നാടക രംഗത്തുണ്ടായിരുന്നു, കേരളത്തിലുണ്ടായിരുന്നു എന്നുള്ളത് നമുക്കെല്ലാവർക്കും ഊർജ്ജം നൽകുന്നൊരു കാര്യം. നാടകം പോലെ എപ്പോഴെങ്കിലും സിനിമയോട് അഭിനിവേശം തോന്നിയിരുന്നു? ഒരിക്കലും ഉണ്ടായിട്ടില്ല. നാടകത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞൊരു വിഷയമുണ്ടല്ലോ, നാടകത്തിൽ അഭിനയിക്കാൻ ഒരു അവസരം കിട്ടിയാൽ നല്ലത്. പക്ഷേ അഭിനയിക്കേണ്ട ഒരു കാര്യമില്ല, നാടകത്തിൻ്റെ ഭാഗമായാൽ മതി. നമ്മൾ ഓരോ ആളും ഒരു നാടക സംഘത്തിൻ്റെ, ഞാൻ കാണുന്നത് എപ്പോഴും അങ്ങനെയാണ് കേട്ടോ, ഒരു നാടക സംഘത്തിൽ ഭാഗമാവുക, ഒരു നാടകത്തിൻ്റെ മേക്കിങ്ങിൻ്റെ കൂടെ നിൽക്കുക, ആ ഒരു ക്രിയേറ്റീവ് പ്രോസസ്സ് നമ്മുടെ കൺമുന്നിൽ ഉണ്ടാവുക എന്നൊക്കെ പറയുന്നത് ഭയങ്കര രസകരമായൊരു ലോകത്തേക്ക് പോകുന്ന പോലെയാണ്. ആ രസത്തിൻ്റെ ഒരു അംശം പോലും സിനിമയ്ക്ക് കിട്ടുന്നില്ല. സിനിമ വേറൊരു തരത്തിൽ, ഞാനതിനെ ഒന്ന് നല്ലതും ഒന്ന് ചീത്തയാണെന്നല്ല പറയുന്നത്. ഒരു നാടകക്കാരൻ്റെ കണ്ണിലൂടെ കാണുമ്പോൾ സിനിമ കുറേ കൂടെ മെക്കാനിക്കലായ ഒരു കാര്യമാണ്, നാടകം കുറേ കൂടി ജൈവമായിട്ടുള്ള ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ഉള്ള പാഷനുള്ള ഒരു കാര്യമാണ് യാത്രയും, അല്ലേ? പക്ഷെ അതിനുള്ള സമയവും ഇപ്പോൾ വളരെ കുറവായിരിക്കും. കുറച്ച് മാസങ്ങൾ കഴിഞ്ഞാൽ കുറച്ച് സമയം കിട്ടുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതുവരെ അതെ, കഴിഞ്ഞ കുറച്ച് നാളായിട്ട് യാത്ര തീരെ ചെയ്യാൻ പറ്റിയിട്ടില്ല. എൻ്റെ യാത്രകളിൽ ഒരു വലിയ പങ്ക് നമ്മുടെ ഇതായിരുന്നു, കാടുകളിലേക്കും ട്രെക്സുമൊക്കെ ആയിരുന്നു. അതിപ്പോൾ ഈ കുറച്ച് നാളായിട്ട് തീരെ പോയിട്ടില്ല എന്ന് പറയാം. അല്ലെങ്കിൽ ഞാൻ പറ്റുന്ന സമയത്തൊക്കെ ഇതുപോലെ എവിടെയെങ്കിലും പോകുമായിരുന്നു. ഈ സിറ്റീസിലൊക്കെയും അതുപോലെയുള്ള സ്ഥലങ്ങളിലേക്കും പോകുന്നതിനേക്കാൾ കൂടുതൽ എൻ്റെ യാത്രകൾ അതെ. എൻ്റെ കയ്യിലുള്ളൊരു ലിസ്റ്റ് നോക്കുകയാണെങ്കിൽ അടുത്ത 4-5 വർഷത്തേക്ക് വലിയ പ്ലാനാണ് എനിക്ക്. ഈ ജോലി ഒന്ന് താഴ്ത്തി വെക്കാനുള്ള, ഒന്ന് ഇറക്കി വെക്കാൻ പറ്റുന്നൊരു സമയം കിട്ടുമ്പോഴേക്കും പല യാത്രകൾ മുന്നിൽ നിൽക്കുകയാണ്. പ്രധാനമായിട്ടും യാത്രകൾ തന്നെയായിരിക്കും ആ ഒരു സമയത്തേക്ക്. അങ്ങനെയാണോ ഡിവൈറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്? യാത്ര എനിക്ക് ഇന്ത്യയിൽ തന്നെ ഒരു 20-25 പ്രധാനപ്പെട്ട യാത്രകൾ എൻ്റെ ലിസ്റ്റിൽ നിൽക്കുന്നുണ്ട്. അത് ചെയ്ത് തീർക്കുക തന്നെ വേണം, അല്ലെങ്കിൽ എൻ്റെ മനസ്സിലുള്ള ആ ഒരു ഇത് മാറില്ല. പക്ഷേ യാത്ര മാത്രം കൊണ്ട് ഇനിയുള്ള സമയം പറ്റുമെന്ന് തോന്നുന്നില്ല എനിക്ക്. എൻ്റെ ഒരു വലിയ ആഗ്രഹം, ഈ സർക്കാർ ഉദ്യോഗത്തിൻ്റെ ഭാഗമായി നിൽക്കുമ്പോൾ ഉണ്ടായിട്ടുള്ള പല കൺസ്ട്രെയിൻസ് ഉണ്ട്. ആ കൺസ്ട്രെയിൻസ് ഒക്കെ മാറ്റി വയ്ക്കുമ്പോൾ മാത്രമേ എന്തെല്ലാമാണ് ഇനി ചെയ്യേണ്ടതെന്നുള്ളതിനെക്കുറിച്ചുള്ളൊരു ഒരു ഫ്രീഡം, ആ ഫ്രീഡം മനസ്സിലുണ്ടെങ്കിലേ ആ ആലോചനയ്ക്ക് ഒരു ചിറക് മുളയ്ക്കുള്ളൂ. ഇപ്പോൾ ഇരുന്നുകൊണ്ട് ഞാനിതെല്ലാം ചെയ്യുമെന്ന് പറഞ്ഞാൽ അർത്ഥമില്ല. ഈ ചീഫ് സെക്രട്ടറിയുടെ ജോലി കഴിഞ്ഞാൽ
ഒരല്പം സമയം വേണം, തീരുമാനങ്ങൾ എടുക്കാത്തൊരു സമയം. ആ സമയം എന്താണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങൾ എൻ്റെ മനസ്സിലോട്ട് വരും എന്നാണ് വിശ്വാസം. നാഷണൽ മ്യൂസിയം നവീകരണമൊക്കെ നടത്തിയ ഒരാൾ കൂടിയാണ്. അപ്പം ആ രീതിയിലുള്ളൊരു പാഷനും കൂടെ ഉണ്ടായിരുന്നു. അതും യാത്രയായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് തന്നെയാണോ? യാത്രയോടെ അല്ല, കൂടുതലും യാത്ര ചെയ്തതുകൊണ്ടാണ് അതൊക്കെ കാണാൻ സാധിച്ചത്. ആക്ച്വലി മ്യൂസിയംസിലെ എൻ്റെ ഒരു ക്യൂരിയോസിറ്റി ആരംഭിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഞാൻ ആദ്യം പോകുന്ന സിറ്റീസിലൊന്ന് ബേർലിനായിരുന്നു. ബേർലിനിലേക്ക് പോകുന്നത്, അത് പോകുന്ന സമയം ഇൻ്റർനെറ്റ് ഇല്ലാത്ത സമയം, നമുക്ക് ഒരു മെറ്റീരിയൽസ് കിട്ടാനുള്ള മാർഗമൊന്നുമില്ലാത്ത സമയത്താണ്. പക്ഷേ അന്ന് തന്നെ ഞാനുള്ള അവൈലബിൾ ആയിട്ടുള്ള കാര്യങ്ങളിലൂടെ പഠിച്ച് ഞാൻ എത്തിയത് അങ്ങനെയായിരുന്നു. ഒരു ബെർലിനിലെ ഒരു മ്യൂസിയം ഐലൻഡ് ഉണ്ട്. അപ്പോൾ ആ ഒരു മ്യൂസിയം ഐലൻഡിൽ തന്നെ 4-5 മ്യൂസിയംസ് ഉണ്ട്. അതിനെക്കുറിച്ച് വായിച്ച് വന്നിട്ടാണ് ഞാൻ അവിടെ ചെല്ലുന്നത്. ഞാൻ ആ ലോകത്തേക്ക് കയറിയപ്പോഴേക്ക് തന്നെ എനിക്ക് മനസ്സിലായി, ഇത് എന്നെ അകത്തേക്ക് വലിക്കുന്ന ഒരു ലോകമാണ്. കാരണം അതിനൊരു ഇൻ്റലക്ച്വൽ വശമുണ്ട്. കാരണം ഈ അറിവ്, ഞാൻ പണ്ട് ചെറുപ്പകാലത്തിലൊക്കെ ഈ കൂടുതൽ അറിവുകൾ ഇങ്ങനെ അവിടെ നിന്ന് സമ്പാദിക്കുന്നൊരു ക്വിസിന് പോവുക, പുസ്തകങ്ങൾ വായിക്കുക, അങ്ങനെ നമ്മുടെ നാട്ടിലില്ലാത്ത കാര്യങ്ങൾ കണ്ടുപിടിച്ച് പഠിക്കാനും ഒക്കെ ഒരു ആഗ്രഹമുണ്ടായിരുന്നു. ഇതതിന് പറ്റിയൊരു ലോകമാണ്. കാരണം ഓരോ മ്യൂസിയം മെറ്റീരിയലും, അതായത് ഒരു ആർട്ടിഫാക്റ്റ്, ഒരു ഒബ്ജക്റ്റ്, അതിനൊരു കഥയുണ്ട്. അപ്പോൾ എൻ്റെ 2 താല്പര്യങ്ങളും ഒരുമിച്ച് വരും. ഒരു ജിജ്ഞാസയുടെ ഒരു വലിയ എലിമെൻ്റ് എൻ്റെ മനസ്സിലെപ്പോഴും ഉണ്ടായിരുന്നു. 2, ഒരു മാർക്കറ്റിംഗ് എലിമെൻ്റ് എൻ്റെ മനസ്സിലുണ്ട്. ഇപ്പോൾ ടൂറിസത്തിൽ ഞാൻ പറയുന്നത് പോലെ കഥ പറച്ചിലിൻ്റെ ഒരു ക്രിയേറ്റീവ് സൈഡ് ഉണ്ട്. ഇതെല്ലാം കൂടിയിട്ട് വരുന്ന ഒരു മേഖലയാണ് മ്യൂസിയംസ്. കാരണം മ്യൂസിയം നമ്മൾ പറയുന്ന പോലെ മരിച്ചു കിടക്കുന്ന ചില സാധനങ്ങളല്ല, മറിച്ച് ഓരോ കുഞ്ഞ് ഒബ്ജക്റ്റിൽ നിന്നും നമുക്ക് ഭയങ്കര രസകരമായിട്ടുള്ള ഒരു സംസ്കാരത്തിൻ്റെ അല്ലെങ്കിൽ ഒരു കഥയുടെ ഒരു ചരിത്രത്തിൻ്റെ ഒരു വശം നമുക്ക് കഥകളായി നമ്മുടെ മുന്നിൽ വന്നിരിക്കും. ആ ഒരു ഫാസിനേഷനാണ് എന്നെ ശരിക്കും മ്യൂസിയം ലോകത്തേക്ക് കൊണ്ടുപോയത്. പിന്നെ ഞാൻ പ്രധാനപ്പെട്ട മ്യൂസിയംസിലെല്ലാം അനവധി ദിവസങ്ങൾ ചിലവഴിക്കും. മറ്റൊന്നും കണ്ടിട്ടില്ലെങ്കിലും ഓരോ രാജ്യത്ത് പോയാലും അവിടുത്തെ മ്യൂസിയംസിൽ സമയം കണ്ടെത്തുമായിരുന്നു. ഇതിനുശേഷം ചെയ്യേണ്ട അടുത്ത പണി അതാണ്. എല്ലാ മേഖലകളെക്കുറിച്ചും ആണ് ഞാനൊന്ന് ഓടിച്ചു ചോദിക്കുകയായിരുന്നു. അതിനിടയിലും ആ മുക്കത്ത് ആശുപത്രി തുറന്ന ആ ഡോക്ടർ ഉള്ളിൽ എവിടെയെങ്കിലും ഉണ്ടോ? ഡോക്ടർ എന്ന നിലയിൽ, ഒരു പ്രാക്ടീഷണർ എന്ന നിലയിൽ എനിക്ക് കൂടുതൽ അങ്ങോട്ട് പോകാൻ സാധിക്കില്ല. അതേസമയം ഈ പൊതുജന ആരോഗ്യ രംഗമെന്ന് പറയുന്നത് അതൊരു മരുന്ന് എഴുതുന്നതല്ല ആരോഗ്യരംഗം. യു ആർ അവെയർ ഓഫ് ദാറ്റ്. അങ്ങനെ ഒരു സോഷ്യൽ ഹെൽത്ത് മാറ്റേഴ്സ്, ഹെൽത്ത് ഇഷ്യൂസ് എന്ന് പറയുന്നത് പ്രധാനപ്പെട്ടൊരു രംഗമാണ് കമ്മ്യൂണിറ്റി ഹെൽത്ത് എന്ന് പറയുന്നത്. അതിൽ ധാരാളം കാര്യങ്ങൾ ഇനിയും ചെയ്യാനുണ്ട്. നമ്മുടെ നാട്ടിലിപ്പോൾ അതൊക്കെ ഒരു വ്യക്തി എന്ന നിലയിലും ഒരു എന്താ പറയുക ട്രെയിൻഡ് ഡോക്ടർ എന്ന നിലയിലുമൊക്കെ ഞാൻ എപ്പോഴും ആലോചിക്കുന്ന രംഗമാണ്. നമ്മുടെ സംസ്ഥാനം ഇനി ഫേസ് ചെയ്യാൻ പോകുന്നത് മുഴുവൻ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ്. നമുക്ക് അസുഖങ്ങൾ, എന്താ പറയുക, തടി കൂടുന്നതിൻ്റെ അസുഖങ്ങളും ഡയബറ്റീസും ഒക്കെയാണ്. ഇതൊക്കെ നമ്മൾ വിളിച്ചു വരുന്ന കാര്യങ്ങളല്ലേ. അപ്പോൾ അതൊക്കെ നമ്മുടെ സമൂഹത്തിൽ വളരെ ഗൗരവമായിട്ട് ചർച്ച ചെയ്യുകയും അതിൻ്റെ അവബോധം വളർത്തുകയും ഒക്കെ ചെയ്യേണ്ട അനവധി കാര്യങ്ങൾ നമ്മുടെ ആരോഗ്യരംഗത്ത് തന്നെ നിൽക്കുന്നുണ്ട്. അവിടേക്കാണ് എൻ്റെ താല്പര്യം. അങ്ങനെയുള്ള ക്യാമ്പയിനുകളിലും അങ്ങനെയുള്ള അവെയർനെസ് പ്രോഗ്രാംസിലും ഒക്കെയാണ്. എന്നെക്കാളൊക്കെ എത്രയോ കഴിവുള്ളവരാണ് ഇന്നത്തെ ഡോക്ടേഴ്സ്. അവർക്കൊക്കെ ദ ക്ലിനിക്കൽ മെഡിസിൻ എന്ന് പറയുന്നത് വളരെ സൂക്ഷ്മമായിട്ടുള്ള പഠനവും തുടർച്ചയായിട്ടുള്ള അറിവ് സമ്പാദനവും ഒക്കെ ആവശ്യമുള്ളൊരു മേഖലയാണ്. അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഞാൻ ചോദിക്കുന്നത്, ബ്യൂറോക്രസിയുടെ ഹയർ ലെവലിൽ നിൽക്കുന്ന ആൾക്കാരോട് വലിയ ആരാധനയുള്ള യങ്ങർ ജനറേഷനാണ് ഇപ്പോഴുള്ളത്. എല്ലാ കാലത്തും അങ്ങനെ തന്നെയായിരുന്നു. അപ്പോൾ ആ യങ്ങർ ജനറേഷനോട് എന്ത് മെസ്സേജാണ് നൽകുക? എനിക്ക് തോന്നുന്നൊരു കാര്യം, കേരളത്തിലെ ഓഫീസേഴ്സ്, സിവിൽ സർവൻസ് എന്ന് പറയുന്നത്, അത് IAS മാത്രമല്ല, ഞാൻ പൊതുവേ പറയണം, അതായത് സംസ്ഥാന സർക്കാരിലെ ജീവനക്കാരെന്ന് പറയുന്നത് ചില ക്ലീഷേഴ്സൊക്കെ ഉണ്ട് അവരെക്കുറിച്ച്. എങ്കിലും ഒരു കാര്യം നിസ്സംശയം എനിക്ക് പറയാൻ സാധിക്കും. ഞാൻ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. മറ്റു പല സംസ്ഥാനങ്ങളിലെയും ഗവൺമെൻറ്റിൻ്റെ വർക്കിംഗ് എനിക്കറിയാം.
കേരളം ഇന്ത്യയിലെ തന്നെ ഒരു ഒരു ഏറ്റവും മുൻനിരയിൽ നിൽക്കുന്ന ഉദ്യോഗസ്ഥന്മാരുടെ ഒരു കൂട്ടം ഉദ്യോഗസ്ഥന്മാരാണ് നമ്മുടെ സർക്കാരിലുള്ളത്. അവരുടെ പ്രവർത്തനങ്ങൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിലേക്ക്, നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഉയർച്ചയിലേക്ക് എത്തിയിട്ടില്ല എങ്കിലും ഒരു കാര്യം ഓർക്കേണ്ടത്, അവർ നമ്മുടെ സമൂഹത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ജോലി ചെയ്യുന്ന ആൾക്കാരാണ്. ന്യൂനതകൾക്കിടയിലും നമ്മൾ ഓർക്കേണ്ടത് ബൈ ഫാർ എന്താ പറയുക, കറപ്ഷൻ്റെ ഒക്കെ അളവൊക്കെ വളരെ കുറവായ നല്ല കമ്മിറ്റഡ് ആയിട്ടുള്ള ആൾക്കാരുള്ള ഒരു ഗവൺമെൻറ് സംവിധാനമാണ് നമുക്കുള്ളത്. അവരുമായി ചേർന്ന് നിന്നുകൊണ്ട് എന്തെല്ലാം നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുമോ അതൊക്കെ ചെയ്യാൻ മുന്നോട്ട് നിൽക്കണം. കാരണം ഗവൺമെൻറ് ഇന്നിപ്പോൾ എനിക്ക് നല്ല ഉറപ്പുള്ളൊരു കാര്യം, ഗവൺമെൻറ് വിൽ ബിക്കം മോർ ആൻഡ് മോർ ഡീസെൻട്രലൈസ്ഡ്, മോർ ആൻഡ് മോർ പാർട്ടിസിപ്പേറ്ററി. എല്ലാവരും കൂടെ കൂടിയാലേ ഗവൺമെൻറ് ആവുള്ളൂ. ഗവൺമെൻറ് സംവിധാനം നിൽക്കുകയും പല കാര്യങ്ങൾ പൗരന് കൊടുക്കുകയും ചെയ്യും എന്ന് പറയുന്ന ആ പഴയ സിസ്റ്റമൊക്കെ നഷ്ടപ്പെട്ടു. അതിൻ്റെ ഒന്നും അത് കാലഹരണപ്പെട്ടതാണ്. ഇനിയുള്ള കാര്യങ്ങൾ എങ്ങനെയാണ്, എൻ്റെ കാര്യങ്ങൾ ഞാനും കൂടി തീരുമാനിക്കുന്ന ഒരു ഗവർണൻസ് സംവിധാനമാണ് ഉണ്ടാവുക. നമ്മുടെ തദ്ദേശ സ്ഥാപനങ്ങൾ വളരെ ശക്തമായിട്ടുള്ള എൻറ്റിറ്റീസായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ എത്ര പേര് നമ്മുടെ ലോക്കൽ ബോഡീസുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നു. അവിടെയാണ് എനിക്ക് യങ്ങർ ജനറേഷനോട് എനിക്ക് പറയാനുള്ളത്, ബി പാർട്ട് ഓഫ് ഗവൺമെൻറ്, ടേക്ക് ഓൺ റെസ്പോൺസിബിലിറ്റി. ഏതെല്ലാം റോളിലാണ്, ഏതെല്ലാം രീതിയിലാണ് നിങ്ങൾക്ക് അസോസിയേറ്റ് ചെയ്യാൻ പറ്റുക. വോളണ്ടിയർ ആവാം, ഓക്കെ, അവിടുത്തെ സഭകളിൽ പങ്കെടുക്കാം, ഏതെങ്കിലും കാര്യത്തിൽ അഭിപ്രായങ്ങൾ ചോദിക്കുമ്പോൾ ശക്തമായ അഭിപ്രായം പ്രകടിപ്പിക്കാം. ഇങ്ങനെയുള്ള ഏതെല്ലാം രീതിയിലാണോ ഗവൺമെൻറ്റുമായി യോജിച്ച് പ്രവർത്തിക്കാൻ സാധിക്കുക, ഒരു ഓപ്പർച്യൂണിറ്റിയും നഷ്ടപ്പെടുത്താൻ പാടില്ല. വളരെയധികം നന്ദി ഇത്രയും സമയം ഞങ്ങൾക്കൊപ്പം ചെലവിട്ടതിന് ഡോക്ടർ വി വി. താങ്ക് യു.